എനിക്ക് ബിസിനസ്സിലേക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന്. അപ്പൊ ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. അഭിലാഷ് സാർ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നല്ല നമ്മുടെ ഈ ബിസിനസ് ബൈറ്റോറിനെ എങ്ങനെ വിജയിപ്പിക്കാമെന്ന് പറയാൻ വേണ്ടി സാർ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക. സാറിനെ കുറിച്ച് 2 വാക്ക് പറയട്ടെ. 2.5 വർഷം കൊണ്ട് നമുക്ക് 35 ലക്ഷം ഏൺ ചെയ്ത ഒരു ഗ്രേറ്റ് ലീഡർ, നമുക്ക് ആർക്ക് വേണമെങ്കിലും റോൾ മോഡലാക്കാൻ പറ്റിയ ഒരു ഗ്രേറ്റ് ലീഡറാണ്. നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി നമുക്ക് അവൈലബിൾ ആണ്. ഒരു ടീമിനെ എങ്ങനെ നയിക്കാമെന്ന് നമ്മുടെ നെറ്റ്വർക്ക് എത്രമാത്രം എല്ലാ മേഖലയിലും എല്ലാ രീതിയിലും നമ്മുടെ ടീമിനെ എങ്ങനെ മുമ്പോട്ട് നയിക്കാമെന്ന് അറിവുള്ള നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അപ്പോ നമ്മൾ ഒത്തിരി പുഷിപ്പിക്കുന്നില്ല. സാറിനെ സ്നേഹത്തിന്റെ ഭാഷയിൽ സാറിനെ ഈ ടീമിലേക്ക് 6 AM ക്ലബിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം അഭിലാഷ് സാർ. താങ്ക് യു സിജി മാം. എന്തായാലും എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ് ഓൾ. സിജി മാം വളരെ മനോഹരമായി തന്നെ എന്നെ പരിചയപ്പെടുത്തി. പേര് അഭിലാഷ് എന്നാണ്. എറണാകുളം ജില്ലയിൽ കുമ്പളങ്ങിൽ താമസിക്കുന്നു. എന്തായാലും നമ്മുടെ MC, ഞാനൊരു കാര്യം ഉറപ്പു പറയാം, ഈ ബിസിനസ്സിൽ ഒരു 1 CR ടച്ച് ചെയ്യാൻ പോകുന്ന ഒരു ലേഡിയായി മാറും, ഒരു ലീഡറായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മുടെ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ആളുകളുമായി സംസാരിക്കേണ്ട ബിസിനസ്സാണ്. സംസാരിക്കാത്ത ആളുകൾ ആരും ഈ ബിസിനസ്സിൽ രക്ഷപ്പെടാനുള്ള ചാൻസുകൾ കുറവാണ്. അപ്പൊ ആ സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ സംസാരിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം. അതിൽ മാഡം കാണിച്ചിട്ടുള്ള ആ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് തന്നെ പറയാം. 2 മാസക്കാലമായിട്ടുള്ളൂ. പക്ഷെ ആ 2 മാസക്കാലത്തിനിടയിൽ നമ്മുടെ ഈ ബിസിനസ് പറയാനായിട്ടും ഈ ബിസിനസിനെ കുറിച്ച് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ നമ്മൾ എന്തിനാണ് മടി കാണിക്കുന്നത്? ഇത്തരം മടികളാണ് പലപ്പോഴും നമ്മളെ ബിസിനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ബിസിനസ്സിൽ അച്ചീവ്മെന്റ് എടുക്കാനായിട്ട് നമ്മളെ തടസ്സം നിൽക്കുന്ന ഒരു ഘടകം. അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആരാണോ അവരെല്ലാവരും, ഇപ്പൊ ഞാൻ സിജി മാഡത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇതിൽ ഒരുപാട് വ്യക്തികൾ അതേ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആളുകളാണ്. ഒരു മടിയുമില്ലാതെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ്. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് നമ്മളെ ഈ ബിസിനസ്സിൽ സക്സസ് ആക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റും അതുമായി കണക്ട് ചെയ്ത് തന്നെയാണ്. ഈ ബയോട്ടോറിയം ബിസിനസ്സിൽ എങ്ങനെ വിജയിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വിഷയം എന്നുള്ളത്. മാഡം പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു 2.5 വർഷക്കാലം ബയോട്ടോറിയം ബിസിനസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ ചെറിയ ചെറിയ അച്ചീവ്മെന്റുകൾ എന്ന് വേണം പറയാൻ. ഇപ്പൊ മനോജ് സാറിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് ചെറുതായിരിക്കാം. പക്ഷെ നമ്മളെ വെച്ച് നമ്മൾ സ്വയം കമ്പയർ ചെയ്യുമ്പോൾ ഈ ബിസിനസ്സിലൂടെ നേടിയ നേട്ടത്തെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് പ്രൗഡാണ്. എന്റെ കൂടെ വന്നിട്ടുള്ള ആളുകളുടെ അച്ചീവ്മെന്റുകളും ഞാൻ അതിൽ അഭിമാനം കൊള്ളുകയാണ്. ഓരോ മനുഷ്യരുടെയും സന്തോഷം, ഇപ്പൊ ഇവിടെ ഈ വീഡിയോയിൽ ഇരിക്കുന്ന ഗീത ചേച്ചി, ഇപ്പൊ രുദ്രാണി മാഡം ഒക്കെ നമ്മുടെ ഈ വീഡിയോയിൽ ഡെയിലി വരുന്നതാണ്. ഇവരൊക്കെ എല്ലാം മിനിമം വരുമാനം ഈ ബിസിനസ്സിൽ നിന്ന് 1 ലക്ഷം രൂപയിലധികം വരുമാനം മേടിച്ചാൽ രുദ്രാണി മാഡം, ഇപ്പോ ഗീത ചേച്ചി അടുത്ത 1 ലക്ഷത്തിലേക്ക് ടച്ച് ചെയ്യുന്നു. ഞാൻ അറിയുന്ന ആളുകളെയാണ് ഇതിൽ പറയുന്നത്, അല്ലാതെ ഒരാളില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. പല ആളുകളെയും നമ്മൾ പല നമ്മളിപ്പോ ഈ KBC എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടുള്ളപ്പോ നമ്മൾ പേരെടുത്ത് പറയുന്നത് അറിയുന്ന ആളുകളെ പറയുന്ന അത്തരം അച്ചീവ്മെന്റുകളാണ് നമ്മളെ അച്ചീവ്മെന്റുകളിലേക്ക് നയിച്ചിട്ടുള്ളത്. എല്ലാ പ്രതിസന്ധികളിലും സ്വാഭാവികമായിട്ടും പ്രതിസന്ധികൾ ഉണ്ടാവാം. നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്തു വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിട്ടേക്കാം. ആ പ്രതിസന്ധികളെ ആരെല്ലാമാണ് ഓവർകം ചെയ്യുന്നത്, ആ പ്രതിസന്ധികളിലൂടെ ആരെല്ലാമാണ് മുന്നോട്ട് പോകുന്നത്, അവരാണ് ഈ ബിസിനസ്സിൽ സക്സസ് ആവുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റുകൾ ഇതുമായി കണക്ട് ചെയ്ത് തന്നെ ഇപ്പൊ സിജി മാഡം പറഞ്ഞതിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങിയതാണ്. എപ്പോഴും നമ്മൾ ഒരു കാര്യം വിചാരിക്കുക, ബയോട്ടോറിയത്തിൽ വിജയിക്കാനായിട്ട് കുറുക്കു വഴിയുണ്ട്. ഈ ബിസിനസ്സിലുള്ള വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ചില കുറുക്കു വഴികളുണ്ട്. അറിയാൻ താല്പര്യമുണ്ടോ? മൈക്ക് എല്ലാവരും ഓഫാണോ? ഓഫ് ആണെങ്കിൽ ഓൾ മ്യൂട്ട് കൊടുത്തിട്ടുണ്ടായില്ലല്ലേ? അറിയാൻ താല്പര്യമുണ്ട്. കുറുക്കു വഴി അറിയാൻ താല്പര്യമുണ്ട്. പറഞ്ഞോളൂ. ഉണ്ടാ? ആരാളുള്ളത്? ഇനി ആർക്കാ അറിയേണ്ടത് കുറുക്കു വഴികൾ? ഓക്കെ. അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മഴയത്തും ഒക്കെ ഇതിൽ കയറിയിരിക്കുന്നത്. കാര്യം പറയാം,
മെയിൻ ആയിട്ടുള്ള ഇതില് ബയോട്ടോറിയത്തിൽ വിജയിക്കാൻ ഒരു കുറുക്കുവഴി ഇല്ല കേട്ടാ. ഒരു കുറുക്ക് വഴിയും ഇല്ല, നേരെയുള്ള വഴി മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. മനോജ് സാറ് എങ്ങനെയാണോ ഈ ബിസിനസ്സിൽ സക്സസ് ആയിട്ടുള്ളത് അതേ വഴി തന്നെയാണ് നമ്മളും പോവേണ്ടത്. നമ്മളായിട്ട് ഇതിലൊരു വഴി വെട്ടിത്തെളിക്കേണ്ടതില്ല എന്നുള്ളതാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഞാനും തുടക്ക സമയത്ത് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്, കുറുക്ക് വഴിയൊക്കെ അറിയാനായിട്ട് നമ്മുടെ ലീഡേഴ്സ് അച്ചീവ്മെന്റ് ഒക്കെ എടുത്ത സമയത്ത് അവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് സാറേ ഇത് 10 മാസം കൊണ്ട്, വളരെ സിമ്പിൾ അല്ലേ സാർ, 10 മാസം കൊണ്ട് 1 കോടി രൂപയൊക്കെ കിട്ടിയാൽ സന്തോഷമല്ലേ, നമ്മളെല്ലാവരും ഹാപ്പി ആയിരിക്കും അല്ലെ. 10 മാസം കൊണ്ട് നമുക്ക് 1 കോടി രൂപ, അതായത് 100 ലക്ഷം എന്നുള്ളത്, 1 കോടിയൊക്കെ നമ്മൾ സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും നമ്മളിങ്ങനെ പറയുന്ന കാര്യങ്ങളാണ്, പക്ഷെ ആ എമൗണ്ട് നമ്മൾ ബാങ്കിലെങ്കിലും ചെല്ലുമ്പോൾ അവിടുത്തെ ക്യാബിന്റെ അകത്ത്, അതായത് ക്യാഷ് കൗണ്ടറിന്റെ അകത്ത് ഈ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാവും. നമ്മുടെ പൈസയല്ല അത്, ഏതെങ്കിലും വ്യക്തികൾ കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളത് ആയ പൈസ ആ ബാങ്കിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അല്ലെ, ശരിയല്ലേ. ആ പൈസയാണ് നമ്മൾ കാണുന്നത്. ആ 1 കോടിയുടെ വലിപ്പത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രതിസന്ധികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു എമൗണ്ട് ആണ്, അല്ലെങ്കിൽ ഒരു ഈ ഭൂരിഭാഗം ആളുകളും സാധാരണ മനുഷ്യരാണ് ഇതിൽ കയറിയിട്ടുള്ളത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു 1 CR എന്ന് പറയുന്ന ആ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ അപ്പൊ പല ആളുകളും പറയും 1 കോടിയൊന്നും വേണ്ട, ഒരു 10 ലക്ഷം കിട്ടുമോ അല്ലെ, ഒരു 10 ലക്ഷമെങ്കിലും കിട്ടിയാൽ മതി, എന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച്. മറ്റേ ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞ സിനിമയില് നമ്മുടെ ഒരു വ്യക്തി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, 25 ലക്ഷം രൂപ കിട്ടിയാൽ എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു, പിന്നെ ഞാൻ ഒരു പണിക്കും പോകില്ല എന്ന് പറഞ്ഞ പോലെ ഒരു 10 ലക്ഷം രൂപ കിട്ടിയാൽ പിന്നെ എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ഞാൻ വേറൊരു പണിക്കും പോകില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇത് വെറുതെ ഇങ്ങനെ കയ്യിലേക്ക് വരുന്ന എമൗണ്ട് അല്ല. ആദ്യമേ തന്നെ നിങ്ങൾ ആലോചിക്കുക, ഇതൊരിക്കലും വെറുതെ നമ്മുടെ കയ്യിലേക്ക് വരില്ല എന്നുള്ള ഒരു നഗ്നമായ സത്യം നമ്മൾ തിരിച്ചറിയുക. ഇനി ഇതിന്റെ അകത്തുള്ള പണി എന്താണ്? സ്വാഭാവികമായിട്ടും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കുറുക്കോഴിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ എളുപ്പത്തിലുള്ള ചില കാര്യങ്ങൾ ചില ആളുകൾ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ പല ഇതിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു അയൽക്കൂട്ടമുണ്ട്. അപ്പോ നമ്മുടെ ലീഡർമാരെ വിളിക്കും, അല്ലെ കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട്, ഒരു 10-15 പേരുണ്ട്, അവിടെ വന്ന് സാറൊന്ന് പറഞ്ഞ് അങ്ങോട്ട് തകർത്ത് കഴിഞ്ഞാൽ ആ സെയിലെല്ലാം കൂടി ഒരുമിച്ച് കിട്ടും. ചില ആളുകളുടെ കുറുക്കു വഴിയിലുള്ള ഒന്നാമത്തെ ഒരു ഇതാണ്. അതായത് എന്റെ പണി അവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. ഞാനിപ്പോ അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞിപ്പോ നമ്മുടെ MC ആയിട്ടുള്ള സിജി മാഡം തീരുമാനിക്കുകയാണ്, എന്റെ കുടുംബശ്രീയിൽ വന്നിട്ട് ആരെങ്കിലും ലീഡർമാർ വന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ സെയിൽസ് ഇങ്ങനെ കിട്ടും. എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം, ഇങ്ങനെ ഇത്തരം പബ്ലിക് മീറ്റിങ്ങുകളിൽ ദയവ് ചെയ്ത് നിങ്ങൾ സ്കൂളിൽ പോയി മീറ്റിംഗ് എടുക്കുന്ന ആളുകളുണ്ട്, അവയർനെസ് ഒക്കെ കൊടുക്കാം, നമുക്കത് അതിലൊന്നും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അത് നമുക്ക് കിട്ടാനുള്ള സെയിൽസിന്റെ സാധ്യതകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കും ഇതേപോലെ, ഞാൻ എന്റെ മനസ്സിലുള്ള ചിന്തകളൊക്കെയാണ്, ഒരുമിച്ച് കുറെ ആളുകൾ കിട്ടുന്നു ഒരു സ്കൂളിലെ മീറ്റിംഗ്, അതിനകത്ത് നമുക്ക് സംസാരിക്കാനായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ പ്രസന്റ് ചെയ്യാം. നമ്മൾ ആദ്യം അടിസ്ഥാനപരമായ കാര്യത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുക, നമ്മൾ ഇതിന്റെ പ്രചാരകരല്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ജംഗ്ഷനിൽ ഒരു മൈക്ക് കെട്ടിവെച്ചിട്ട്, നമ്മുടെ പബ്ലിക് മീറ്റിങ്ങുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അപ്പുന്ന ആളുകൾ സംസാരിക്കുന്നുണ്ടാവും. ചില ആളുകൾ, അതിനോട് താല്പര്യമുള്ള ആളുകൾ മാത്രം അവിടെ നിന്ന് കേൾക്കും, ബാക്കി എല്ലാവരും നമ്മൾ ആ വാഹനത്തിൽ പോകുന്നാണെങ്കിൽ അങ്ങനെ പോകും. ചില ആളുകൾ മനസ്സിൽ പറയും, ഇവനെന്ത് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താ പറയാനുള്ളത് അവർ പറയും, അവരുടെ കാര്യത്തെ സംബന്ധിച്ച് അവർ സംസാരിക്കും, അത് മോശമാണെന്നുള്ള അഭിപ്രായമില്ല. പക്ഷേ നമ്മുടെ സെയിൽസിന്റെ സാധ്യതകളെ ഇല്ലായ്മ ചെയ്യുന്നത് നമ്മൾ തന്നെയാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. ഇനി അടുത്തത് ചെയ്യേണ്ടത് ഹോം മീറ്റിങ്ങുകളാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. അപ്പൊ ചോദിക്കൂ, ഇത് നേരത്തെ ചോദിച്ച പോലെ പിന്നെ എന്ത് മീറ്റിങ്ങിലൂടെയാണ് നമുക്ക് നമ്മുടെ കമ്പനി പ്രോഗ്രാമുകളുണ്ട്, അതെല്ലാ ആഴ്ചകളിലും ചിലപ്പോൾ ഉണ്ടായിരുന്നില്ല. പകരം എന്ത് ചെയ്യാം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആളുകളുടെ വീട്ടിൽ ഹോം മീറ്റിങ്ങുകളായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഹോം മീറ്റിങ്ങുകളായിട്ട് നമ്മുടെ പ്രോഗ്രാം പ്രസന്റ് ചെയ്യുക എന്നുള്ള, ആ ബിസിനസ് ആരംഭിച്ചിട്ടുള്ള വ്യക്തികളുടെ വീട്ടിൽ മാത്രമേ ചെയ്യാവൂ. പല ആളുകളും വിചാരിക്കും, എൻ്റെ ഒരു സുഹൃത്തിന്റെ വീടുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ വെച്ചിട്ടൊരു ഹോം മീറ്റിംഗ് ഒക്കെ അവിടുത്തെ പരിസര ആളുകളെ മുഴുവൻ വിളിച്ചു നമുക്ക് ചെയ്യാം, അവിടെ സെയിൽസ് കിട്ടാനുള്ള ചാൻസ് കുറയും. കാരണം എന്താ, നമ്മുടെ കൂട്ടുകാരിയോ അല്ല കൂട്ടുകാരന്റെ വീട്ടിലോ നമ്മൾ ഇത്തരം പ്രോഗ്രാമായിട്ട് ചെല്ലുന്ന സമയത്ത് ആ പ്രദേശത്തുള്ള അവരുമായി കണക്ട് ചെയ്ത ആളുകളായിരിക്കും എവിടെ ഉണ്ടാവുന്നത്, ആ മീറ്റിംഗിൽ ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും അവരോട് ചോദിക്കും, നീ സ്റ്റാർട്ട് ചെയ്തോന്ന് ചോദിക്കുമ്പോ അവരെന്ത് പറയും, ഞാൻ ചെയ്തിട്ടില്ല, ഇവള് പറഞ്ഞതുകൊണ്ട് ഞാൻ വെച്ച്, അല്ല ഇവൻ പറഞ്ഞതുകൊണ്ട്
ഞാൻ ഈ പ്രോഗ്രാം വെച്ച് ഈ രീതിയിൽ നമുക്ക് അവിടെ നിന്ന് സെയിൽസ് നമ്മൾ ഒരുപാട് ആളുകളോട് പറഞ്ഞു, പക്ഷെ എന്ത് കിട്ടിയില്ല, സെയിൽസ് കിട്ടിയില്ല. ഇത് നമ്മുടെ പല ആളുകളും ബിസിനസ്സിൽ ഇനാക്റ്റീവ് ആകാനായിട്ടും ബിസിനസ്സിൽ വിട്ടുപോകാനായിട്ടുള്ള ചാൻസുകളിൽ പെട്ടിട്ടുള്ളതാണ്. ബൈറ്റോറിയത്തിലെ ആളുകൾ സക്സസ് ആവുന്നതിന്റെ വേഗത കുറയുന്നു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഞാൻ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ അനുഭവത്തിലും നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. നിങ്ങൾ ഈ ബിസിനസ് ആരംഭിച്ചിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒക്കെ ബിസിനസ് ആരംഭിച്ചിട്ടുള്ള ആളുകളുണ്ടാവും. അവർക്ക് ചെയ്യാതിരിക്കാനായിട്ടും മുമ്പേ ചെയ്ത ആളുകൾക്ക് അവർക്ക് ഓർമ്മപ്പെടുത്തലുകളായിട്ട് മാത്രമാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് റോക്കറ്റ് സയൻസ് ഒന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വലിയ വടവൃക്ഷങ്ങളിൽ തട്ടിയല്ല ആളുകൾ വീഴുന്നത്, മറിച്ച് കുറ്റിച്ചെടികളിലും വള്ളിച്ചെടികളിലും ഒക്കെ പടർപ്പിലൊക്കെ തട്ടിയാണ് ആളുകൾ വീഴാൻ ചാൻസ് ഉള്ളത്. ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കും. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാൻ. ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്തവരല്ല ഈ ബയോട്ടോറിയം ബിസിനസ്സിൽ സക്സസ് ആയിട്ടുള്ളത്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിരന്തരമായി ചെയ്യുന്ന ആളുകൾ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിരന്തരമായി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ വേണ്ടി കഴിയുന്നത്. നിരന്തരമായി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് ഒരു വലിയ എക്സ്പെർട്ടായി മാറും എന്നുള്ളതാണ്. നിരന്തരമായി ചെയ്യുമ്പോൾ അതിനകത്ത് എക്സ്പെർട്ടായിട്ട് മാറും. മോഹൻലാലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 40 വർഷക്കാലമായിട്ട്, കഴിഞ്ഞ 35-40 വർഷമായിട്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന്റെ അനുഭവം അദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്ന് അദ്ദേഹത്തിന്റെ വിരലുകൾ പോലും അഭിനയിക്കുന്നു എന്നുള്ളതാണ് അല്ലെ പറയപ്പെടുന്നത്. വിരലുകൾ പോലും അഭിനയിക്കുന്ന തലത്തിലേക്ക് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നും ഒരുപാട് താരങ്ങൾ വന്നു പോയിട്ടുണ്ട്. ഇന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്റെ തലമുറയിൽപ്പെട്ട ഒരു 80s ജനിച്ച ആളുകൾ നോക്കിയാൽ ഇന്നിപ്പോ 2000-ലും 2010-ലും ഒക്കെ ജനിച്ച കുട്ടികളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും നോക്കിയാലും മോഹൻലാലും മമ്മൂട്ടിയും തന്നെയാണ് ഇന്നും എന്തായിട്ടുള്ളത്, നമ്മുടെ മനസ്സിലൊക്കെ സൂപ്പർ സ്റ്റാറുകളായിട്ട് നിൽക്കുന്നത്. ഒരുപാട് സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ എക്സ്പീരിയൻസ് ആണ്. അവർ ഇത്രയും കാലം ഈ മേഖലയിൽ അതേ കാലഘട്ടത്തിൽ തന്നെ വന്ന പല ആളുകളെയും ഇന്ന് നമുക്ക് കാണാനില്ല, പല നടന്മാരെയും നമ്മൾ കാണുന്നില്ല. അവർ ആ മേഖലയിൽ എത്ര തുടക്കത്തിൽ മോഹൻലാലിനെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ അഭിനേതാവായിട്ട് വന്ന സമയത്ത് എന്തോരം വിമർശനങ്ങൾ ഏറ്റിട്ടുള്ള ആളുകളാണ്. മമ്മൂട്ടിയെ കുറിച്ച് ഓർത്തു നോക്കിയാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവാം അദ്ദേഹത്തിന്റെ ആ ഒരു അപ്പിയറൻസിന്, അദ്ദേഹത്തിന്റെ ശബ്ദം മോശമാണെന്ന്, അദ്ദേഹത്തിന്റെ അഭിനയം കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഒരുപാട് സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷെ എന്തുണ്ട്, ഇന്നിപ്പോ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയെ അറിയപ്പെടുന്ന ഒരു താരമായി അദ്ദേഹം ഭരത് മമ്മൂട്ടി മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എഫേർട്ടാണ്. എന്നതുപോലെ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാവരും ഈ മേഖലയിൽ ഒരു 3 വർഷക്കാലത്തേക്ക് ഒരു മാനസികമായിട്ട് തയ്യാറായി നിൽക്കുക എന്നുള്ളതാണ്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യം വേണ്ടത് നാണത്തിന്റെ ഒരു ഞരമ്പുണ്ട്, ആ ഞരമ്പ് പൊട്ടിച്ചു കളയാന്നുള്ളതാണ്. നാണം, അതുപോലെ തന്നെ അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. ചില ആളുകൾക്ക് ഒരാളോട് ചെന്ന് പറയുമ്പോൾ അവരെന്ത് വിചാരിക്കും എന്നുള്ള നമ്മുടെ വിചാരമാണ് നമ്മളെ ഈ ബിസിനസ്സിൽ പരാജയപ്പെടുന്നത്. അവരെന്ത് വിചാരിക്കും എന്ന് നമ്മൾ വിചാരിച്ചു തുടങ്ങിയാൽ എല്ലാ ദിവസവും നമുക്ക് തടസ്സങ്ങളായിരിക്കുള്ളൂ. നിങ്ങൾ നിരന്തരമായിട്ട് ആലോചിച്ചു, നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന ആള് എന്ത് വിചാരിക്കുമെന്ന് ഇറങ്ങിയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഒരിക്കലും സെയിൽസ് കിട്ടാൻ ചാൻസ് ഇല്ല. അവരെന്തും വിചാരിച്ചോട്ടെ, നമ്മൾ വിചാരിച്ച കാര്യം അവരോട് പറയുക എന്നുള്ളതാണ്. മറ്റൊരാളുടെ മനസ്സിൽ കയറി ചിന്തിക്കാനുള്ള ഒരു കഴിവോ മറ്റു കാര്യങ്ങളോ ഒന്നും ആർക്ക് കിട്ടിയിട്ടില്ല, നമുക്ക് കിട്ടിയിട്ടില്ല. അതിനൊക്കെ ഭയങ്കര ഒരു മെന്റലിസം ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് നമുക്ക് അങ്ങനെ ആ ഒരു തലത്തിൽ നിന്ന് ചിന്തിക്കാൻ പറ്റും, അയാളുടെ മനസ്സെന്താണെന്നൊക്കെ അറിയാം. സെയിൽസ് മേഖലയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു കാഴ്ചപ്പാടൊക്കെ നമുക്ക് ഉണ്ടായി വരാനുള്ള ചാൻസ് ഉണ്ട്. തുടക്ക സമയത്ത് നമ്മൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ അയാൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചാൽ നമുക്കൊരിക്കലും പുതിയ ആളെ കാണാനായിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് നമുക്കില്ലാതെയായി പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്, നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നമ്മൾ ചെന്ന് കാണുക എന്നുള്ളതാണ്. കണ്ടതിന് ശേഷം അവർക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, നമ്മൾ ഒരാളോട് ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം റിജക്ട് ചെയ്താൽ ഒരിക്കലും എന്തല്ല റിജക്ട് ചെയ്യണം, നമ്മളല്ല റിജക്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഈ പ്രൊജക്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ ഒരു അനുഭവത്തിൽ പറയാം, ഈ പ്രൊജക്റ്റുമായി ചെന്നിട്ട് 99% ആളുകളും ഈ പ്രൊഡക്റ്റിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്
എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാണ് 99%, 1% ആളുകൾ ചില സയൻസും ചില പാരമ്പര്യവാദങ്ങളും ചില സയൻസും ഒക്കെ ആയിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മളെ പരിഹസിച്ചിട്ടൊക്കെ ഉണ്ട്. അതില്ല എന്നല്ല അഭിപ്രായമൊന്നുമില്ല. മറിച്ച് 99% ആളുകളും ഈ പ്രോഡക്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണെന്ന് കരുതുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ഞാൻ പറഞ്ഞ കാര്യം, അതായത് 99% ആളുകളും നമ്മുടെ പ്രൊഡക്റ്റ് സംസാരിച്ചതിന് ശേഷം പ്രോപ്പർ ആയിട്ടാ, വെറുതെ വഴി നിന്നിട്ട് നമ്മൾ റിസ്റ്റ് ബാൻഡ് കെട്ടി അങ്ങോട്ട് അയാളെ തള്ളി മറിക്കുന്നതല്ല ഈ ബിസിനസ് എന്നുള്ളത്. അത് ആ കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റുക. യെസ്, 99% ആളുകളും ചാക്കോ സാർ, വേളൂർ ചാക്കോ സാർ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്ത് അങ്ങനെ ആണെന്ന് തന്നെ അല്ലെ. 99% ആളുകളും ഈ പ്രോഡക്റ്റ്, ചെറിയ പെർസെന്റേജ് ആളുകൾ. പിന്നെ എല്ലാവരും ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റ് ഇഷ്ടപ്പെട്ട് എന്തുകൊണ്ട് ആളുകൾ പർച്ചേസ് ചെയ്യുന്നില്ല? നമ്മൾ പറയുന്നത് എല്ലാവരോടും പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാവരും ഈ പ്രോഡക്റ്റിനെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് താല്പര്യമുണ്ട്, പിന്നെ എന്തുകൊണ്ട് മേടിക്കുന്നില്ല അല്ലെ? സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചിന്തയാണ് എല്ലാവർക്കും ഈ പ്രോഡക്റ്റ് ഇഷ്ടമാണ്. പക്ഷെ അവർ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കേൾക്കും, മനസ്സിലാക്കും, പിന്നെ ഒരു കാര്യം പറയും, ഞാൻ പറയാട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറഞ്ഞു വിടാറാണുള്ളത്. അങ്ങനെ പറഞ്ഞു വിടുന്നത് എന്തുകൊണ്ടാണ്? എന്തിനാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു വിടുന്നത്? നമ്മൾ ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ തന്നെ വാങ്ങിക്കാൻ പാടില്ലേ അല്ലേ? ശരിയല്ലേ? നമ്മൾ പറയുന്ന ആളുകൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ അവർക്ക് വാങ്ങിച്ചുകൂടെ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നമ്മൾ കടന്ന വഴി അതിനെ കുറിച്ച് ആലോചിക്കുക. എന്നെ 1 വർഷം ഈ ബിസിനസ്സിൽ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ടുള്ളത്. 1 വർഷം ഈ പ്രോഡക്റ്റിനെ കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ഈ പ്രോഡക്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് ഞാനിപ്പോ എത്രയോ, അതായത് എന്റെ ജീവിതത്തിൽ ഇന്നിപ്പോ ഞാൻ വേറൊരു കൺസെപ്റ്റിനെ കുറിച്ചോ വേറൊരു പ്രൊജക്റ്റിനെ കുറിച്ചോ കേൾക്കാൻ പോലും തയ്യാറാവില്ല എന്നുള്ളതാണ്. ഞാൻ ആ ഒരു മൈൻഡിലേക്ക് മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിൽ കിട്ടിയിട്ടുള്ള എൻ്റെ ഒരു വിശ്വാസമാണ്. ഈ പ്രൊഡക്റ്റ് മാത്രമല്ല, ഈ പ്രൊജക്റ്റിലൂടെ കിട്ടിയിട്ടുള്ള വരുമാനം എന്നെ സംബന്ധിച്ചുള്ള ഒരു കോൺഫിഡൻസ് കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷം, അതായത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ 1 വർഷം മുമ്പേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള സുധി നെറ്റ്വർക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ബിസിനസ് പാർട്ണർഷിപ്പിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്നോട് 1 വർഷം മുന്നേ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഈ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കൃത്യം പറഞ്ഞാൽ ഈ ബിസിനസ്സിലേക്ക് വന്നത്. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകൾ നിങ്ങളെ ഇന്ന് കേട്ട് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ തന്നെ ഞാൻ പൈസ നേക്കാം എന്ന് പറഞ്ഞത്, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ ആരും ബിസിനസ് ആയിട്ട് ഏറ്റെടുത്തിട്ടില്ല. മറിച്ച് നിങ്ങൾ ആലോചിക്കുക, ഞാൻ പറയുന്ന പോയിന്റ്, അന്ന് തന്നെ പൈസ തന്ന് സ്റ്റാർട്ട് ചെയ്ത ആളുകൾ ഭൂരിഭാഗം ആളുകളും ഈ പ്രൊഡക്റ്റ് ആവശ്യമുള്ള ആളുകൾ മാത്രമായിരുന്നു. അവർ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അവർ അതിനെ കുറിച്ച് മഹിമയെ കുറിച്ചൊക്കെ സംസാരിക്കും, അവരവരുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നല്ല ഉറക്കം കിട്ടുന്നുണ്ടെന്ന് പറയും, എന്റെ നടുവേദന മാറി എന്ന് പറയും, ചില ആളുകൾ മൈഗ്രെയിൻ മാറി എന്ന് പറയും. അവരാരും ഈ ബിസിനസ്സുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മളാണ് ഈ ബിസിനസ്സുമായിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ തലവേദന മാറാൻ വേണ്ടിയിട്ടോ മൈഗ്രെയിൻ മാറാൻ വേണ്ടിയിട്ടോ മറ്റു പ്രശ്നങ്ങൾ ഇതൊക്കെ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ പ്രൊഡക്റ്റിന്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇപ്പോ നമ്മൾ ഈ 6 AM കയറുന്ന ആളുകളെ ഭൂരിഭാഗം എടുത്ത് നോക്കിയാൽ ചെറിയ പെർസെന്റേജ് ആളുകളൊക്കെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിന്റെ റിസൾട്ടിന്റെ ഭാഗമായിട്ടൊക്കെ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ആളുകൾ. ഇപ്പൊ CJ മാഡം പറഞ്ഞ പോലെ മാഡത്തിന് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം കിട്ടിയിട്ടുള്ള റിസൾട്ടിനെ കൊണ്ട് ആള് ഈ ബിസിനസ്സിലേക്ക് സീരിയസ് ആയിട്ട് ഇറങ്ങി എന്ന് പറയും. ഞാൻ പറഞ്ഞു വന്നത്, ഭൂരിഭാഗം ആളുകളും ഈ പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവാം, പ്രോജക്റ്റില് വരുമാനം കിട്ടി തുടങ്ങി, ഇതിലൂടെ ഒരുപാട് ആളുകൾ അച്ചീവ്മെന്റ് എടുക്കുന്നത് കണ്ട് ഇങ്ങനെ സീരിയസ് ആയിട്ട് വന്നിട്ടുള്ള ആളുകളാണ് ഭൂരിഭാഗം ആളുകളും ഇന്ന് ഈ 6 AM ക്ലബിൽ ഇരിക്കുന്നത്, നമ്മുടെ ബിസിനസ്സിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവരെയും ഫോളോ അപ്പിലൂടെയാണ് നമ്മൾ സെയിൽസിലേക്ക് അല്ലെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ളതാണ്. ഒരു 80% ആളുകളെയും ഫോളോ അപ്പിലൂടെയാണ് ഈ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ഫോളോ അപ്പിന് മടിയുണ്ടാവും. ഇഷ്ടപ്പെട്ട കാര്യമാണ് നമുക്ക് ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ. പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പോകാനായിട്ട് എല്ലാവർക്കും താല്പര്യമാണ് അല്ലെ? ശരിയല്ലേ?
ഈ ഈ ബിസിനസ് പ്രസന്റ് ചെയ്യാൻ പോവാൻ വേണ്ടി കാണിക്കുന്ന ആവേശമൊന്നും എവിടെ കാണിക്കാറില്ല. നമ്മൾ ഫോളോ അപ്പ്, നമ്മൾ ഫിസിക്കൽ മീറ്റിങ്ങിലൊക്കെ എല്ലാം പറയേണ്ട പോയിന്റുകളാണ് ഞാൻ ഇവിടെ പറയുന്നത്. നമുക്ക് അതിന്റെ പരിമിതികൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഞാൻ പറഞ്ഞതാണ്, നമ്മൾ പ്രൊജക്റ്റിനെ കുറിച്ച് പറയാനായിട്ട് വളരെ ആധികാരികമായിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിക്കും. എന്തായാലും വരണം സാറ്, നിങ്ങൾ വന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും സെയിൽസ് കിട്ടും. നമ്മളെന്ത് പറയും, നമ്മൾ വരാം, പോയി ബിസിനസിനെ കുറിച്ച് സംസാരിക്കും. ഈ ബിസിനസ് സംസാരിക്കും, ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കും, പ്രൊഡക്റ്റ് ആളുകൾക്ക് ഇഷ്ടപ്പെടും. അദ്ദേഹം പറയും പറയാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാസ് പോയി. ശരിയല്ലേ? ഭൂരിഭാഗം ആളുകളുടെ ആവേശം തണുക്കുന്ന ഒരു ഘട്ടമാണ് നമ്മൾ ആദ്യം ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഗസ്റ്റിനോട് ചെന്ന് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നു. അദ്ദേഹം പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് എല്ലാം താല്പര്യപ്പെട്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ അന്ന് ക്യാഷ് ഇല്ല എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിൽ നമ്മളെ കൊണ്ടുപോയിട്ടുള്ള നമ്മുടെ ലീഡറിന്റെ ആ ഒരു മുഖത്തേക്ക് നോക്കിയാൽ എല്ലാ ഗ്യാസും പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. സത്യ സാറേ, അത്തരം അനുഭവങ്ങൾ നമ്മുടെ ഈ ബിസിനസ്സിൽ കാണാറില്ലേ? ഷാജി സാറേ, പ്രോഡക്റ്റ് സംസാരിക്കാൻ പോകുമ്പോൾ വളരെ ആവേശമാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകൾക്ക്. പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ഗംഭീരമായിട്ട് പറയും. പറയാമെന്ന് പറഞ്ഞാൽ പിന്നെ ആ മുഖത്തേക്ക് നോക്കിയാൽ വലിയ എന്തോ അപരാധം ചെയ്ത പോലെയുള്ള മറുപടി കേട്ട ആള് ആണ് ആ വ്യക്തി എന്നുള്ള രീതിയിൽ തോന്നും. നമുക്ക് ആ രീതിയിൽ തോന്നാറില്ല എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ബിസിനസ്സിൽ കഴിഞ്ഞ കുറെ കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ എക്സ്പീരിയൻസ് നേടാൻ വേണ്ടി കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം മാറ്റിവെക്കലിനെ നമുക്ക് നേരിടാൻ വേണ്ടി കഴിയുള്ളൂ. ഈ മാറ്റിവെക്കൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബിസിനസ്സിനെ റിജക്ട് ചെയ്തിട്ടില്ല, നമ്മുടെ പ്രൊഡക്റ്റിനെ റിജക്ട് ചെയ്തിട്ടില്ല. അദ്ദേഹം പറയുന്നത് പൈസ അറേഞ്ച്മെന്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറേഞ്ച്മെന്റ് ചെയ്യാൻ എല്ലാവരും, ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും, ഒറ്റടിക്ക് ബിസിനസ്സിൽ വന്നിട്ടുള്ള എത്ര പേരുണ്ട്? ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് മൈക്കൊക്കെ ഓൺ ചെയ്തിട്ട് പറഞ്ഞോ. ഞാൻ അപ്പൊ തന്നെ കേട്ടിട്ട് വന്നതാണ്. ഞാൻ അങ്ങനെ വന്ന ആളല്ല കേട്ടാ, അതിന്റെ അനുഭവത്തിൽ പറഞ്ഞാണ്. ആരൊക്കെ വന്നിട്ടുള്ളത്? അന്ന് കേട്ട് അപ്പൊ തന്നെ പൈസ എടുത്തു കൊടുത്ത ആള്. പ്രൊഡക്റ്റ് പൈസ എടുത്തു കൊടുത്തു, പക്ഷെ റിസൾട്ട് കിട്ടിയതിനു ശേഷമാണ് ഞാൻ ബിസിനസ്സിലേക്ക് വന്നത്. യെസ്. നല്ല ഷാജി സാറിനൊക്കെ പോലെ അപൂർവം ആളുകൾക്ക് മാത്രമാണ് അങ്ങനെ അപ്പൊ തന്നെ പൈസ എടുത്തു കൊടുത്തിട്ട് ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത്. എന്റെ അനുഭവത്തിൽ ഒരുപാട് ഡെയിലി നമ്മൾ സ്പോട്ട് ക്ലോസിംഗ് ഒക്കെ ചെയ്യുന്ന ഇതാണ്. പക്ഷെ അത്തരം ആളുകൾ ബിസിനസ്സിൽ അത്ര വലിയ സീരിയസ് ആയിട്ട് വന്നിട്ടില്ല എന്നുള്ള. അങ്ങനെ വരുന്നത് ഒരു തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഫോളോ അപ്പിലൂടെയാണ് നമ്മുടെ സെയിൽസുകൾ ഭൂരിഭാഗവും കിട്ടിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു മടി, അലസത എല്ലാം തുടങ്ങുന്നത് തുടക്കത്തിലേ നമുക്ക് സംഭവിക്കുന്ന ഇതാണ്. തുടക്കത്തിലേ നമുക്ക് പോയി പറയുമ്പോൾ തന്നെ സെയിൽസ് കിട്ടിയ ഭയങ്കര ആവേശമായിരിക്കും അല്ലെ? ശരിയല്ലേ? നമ്മളെ ആളുകൾ നമ്മള് വലിയ രാജാവായിട്ട് മാറുന്നത്. നമ്മൾ ബിസിനസ് പറഞ്ഞ് അപ്പൊ തന്നെ ബിസിനസ് കിട്ടി. നമ്മുടെ 150 PV നമ്മൾ വെച്ച് നമുക്ക് നമ്മുടെ അവയർനെസ് ബോണസ് കിട്ടി. നമ്മൾ ഫസ്റ്റ് ക്രൈറ്റീരിയ അച്ചീവർ ആയി. ആ സമയത്ത് ഒരു മനുഷ്യൻ ഈ ലോകത്തിലെ ബൈറ്റോറിയൻ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആ ലീഡറിനെ സംബന്ധിച്ച്, ആ വ്യക്തിയെ സംബന്ധിച്ച് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ വളരെ ആവേശത്തിൽ നിൽക്കുന്നതാണ്. പിന്നീടാണ് ഞാൻ പറഞ്ഞതുപോലെ ഇത്തരം പ്രശ്നങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത്. സെയിൽസ് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം വന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ റിജക്ഷനെ നേരിടാനായിട്ട് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ബൈറ്റോറിയൻ ചെയ്യാൻ തയ്യാറാവരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മൾ മാർക്കറ്റിൽ റിജക്ഷൻ ഉണ്ടാവും. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ബിസിനസ് ആണെന്ന് നമ്മളെ സംബന്ധിച്ച് ഇത് കേൾക്കുന്ന തുടക്ക സമയത്ത് നമ്മുടെ ബിസിനസ് കണക്ട് ചെയ്ത ലീഡർ പറയും വളരെ എളുപ്പമാണ്, വളരെ സിമ്പിൾ. മറ്റേ ഒരു സിനിമയിൽ ശങ്കരാടി പറഞ്ഞത് ഒരു ഇച്ചിരി കപ്പൽഡിപ്പ് ഉണ്ടാകും, ഒരു ഇച്ചിരി ഇത് എന്താണ് കൊടുത്തു കഴിഞ്ഞാൽ പാലിങ്ങനെ സറസറേന്നാണെന്ന് പറയും. എന്നതുപോലെ അല്ല ഈ ബിസിനസ് എന്നുള്ള കാര്യം. ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യത്തിലേക്ക്, ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. പക്ഷെ ഇതൊരു ഘട്ടം കഴിഞ്ഞാൽ, ഇന്നിപ്പോ മനോജ് സാറിന്റെ ഒരു പൊസിഷൻ വെച്ച് നോക്കിയാൽ അദ്ദേഹം ബിസിനസ്സിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ പോലും ഈ ബിസിനസ്സിലൂടെ വരുമാനം വരും എന്നുള്ളതാണ്. തുടക്കത്തിൽ തന്നെ പുതിയതായിട്ട് നല്ല ബിസിനസ് ആരംഭിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇപ്പൊ കേൾക്കുന്ന സമയത്ത് ഒരു മനസ്സിലായോ ഞാൻ പെട്ടുപോയോ എന്ന് ഒക്കെ ധരിക്കുന്ന ആളുകളുണ്ടാവും. ഒരിക്കലും പെട്ടിട്ടില്ല. ഈ ബിസിനസ് അത്രക്ക് വാല്യുബിൾ ആയിട്ടുള്ള ബിസിനസ് ആണ്. അത്രക്ക് എളുപ്പത്തിൽ വിജയിക്കാൻ വേണ്ടി, എളുപ്പം എന്ന് പറയുന്ന വാക്ക് നമ്മൾ പലപ്പോഴും മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ എളുപ്പത്തിൽ വിജയിക്കാൻ കഴിയാവുന്ന ഒരു മേഖലയാണ്. ഞാൻ പറയുന്ന കാര്യം, നമ്മൾ പ്രവർത്തനം എന്നുള്ള കാര്യം
നമ്മുടെ ഇൻപുട്ട് ഇല്ലാതെ ഒരു ഔട്ട്പുട്ട് മാത്രം പ്രതീക്ഷിക്കുന്ന ആളുകളായിട്ട് നമ്മൾ ആരും മാറരുത് എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഇവിടെ നമ്മൾ വിജയിച്ചിട്ടുള്ള ആരെ എടുത്തു നോക്കിയാലും, നിങ്ങൾ ആരെ വേണമെങ്കിലും എടുത്തു നോക്കിയോ, ഒരാളും എഫേർട്ട് ഇല്ലാതെ വിജയിച്ചവരായിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ എറണാകുളത്ത് തൃപ്പൂണിത്തുറയിൽ സൂപ്പർ ലോട്ടോ എന്ന് പറയുന്ന 4 കോടി രൂപയുടെ സൂപ്പർ ലോട്ടോ ഒരു എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷം മുന്നേ അങ്ങനെ ഒരു ലോട്ടറി ഉണ്ടായിരുന്നു. 4 കോടി രൂപ ആ സൂപ്പർ ലോട്ടോ അടിച്ച ആളെ എനിക്ക് നേരിട്ട് അറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ ഒരു 10 വർഷത്തിന് ശേഷം അദ്ദേഹം വട്ടപൂജ്യം വീണ്ടും വാടക വീട്ടിലേക്ക് പോയി എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. സൂപ്പർ ലോട്ടോ അടിച്ചു, അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള കോടീശ്വരനായി മാറി. 4 കോടി രൂപ കയ്യിലേക്ക് കിട്ടിയ ആളാ. 4 കോടി രൂപ കിട്ടിയിട്ട് പോലും അത് ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാതെ വേണ്ടാത്ത സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് അദ്ദേഹം പൈസ മുടക്കി സിനിമ മേഖലയിൽ കൊണ്ട് സിനിമ പിടിക്കാൻ പോയി. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നീട് അദ്ദേഹത്തെ കണ്ടാൽ അദ്ദേഹം വാടക വീട്ടിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പൊ പൈസ ഉപയോഗിക്കാൻ അറിയാതെ ഒരു എഫേർട്ടും ഇല്ലാതെ കിട്ടിയ പൈസ എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാം. ഇപ്പൊ മനോജ് സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ പൈസയുടെ വില മനസ്സിലാക്കിയിട്ടാണ് വന്നത്. 1 രൂപ വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ തുടക്ക സമയം മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിന്റെ വർക്കുകളും പ്രവൃത്തികളൊക്കെ എടുത്ത് നോക്കിയാൽ ആ പൈസയുടെ മൂല്യം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം സ്വന്തമായി ഒരു വീട് വേണമെന്നുള്ള ആഗ്രഹിച്ച് ആ വീട് വെക്കാനുള്ള ഭൂമി വാങ്ങിച്ച് എറണാകുളം പോലെയുള്ള ഒരു പട്ടണത്തിൽ, തൃപ്പൂണിത്തുറ പോലെ എന്ന് പറയുന്ന രാജനഗരി എന്ന് വേണം അതിനെ വിശേഷിപ്പിക്കാൻ, ആ പ്രദേശത്ത് ഒരു 50 ലക്ഷം രൂപ മുടക്കി ഒരു സ്ഥലം വാങ്ങിച്ച് അതിലൊരു വീട് വെച്ചു. അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു, അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. അതിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആ പൈസയുടെ മൂല്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് മാത്രമല്ല, ഇല്ലായ്മയുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാ പ്രതിസന്ധികളും നേരിട്ട വ്യക്തിയാണ്. ഇവിടെ നമ്മൾ അത്തരം പ്രശ്നങ്ങൾ, പട്ടിണിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പട്ടിണി കിടക്കാത്ത ഒരാളോട് പട്ടിണിയെ കുറിച്ച് സംസാരിക്കരുതെന്ന് പറഞ്ഞു. പട്ടിണിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവൂല അല്ലെ? കേട്ടിട്ട് പോലും ഈ പട്ടിണി എന്ന് പറഞ്ഞാൽ എന്താണ്? പല ആളുകളും പറയാം പട്ടിണി നമ്മളെ ചെറിയ പ്രായത്തിലൊക്കെയാണ് ആളുകൾ. ഇന്നിപ്പോ ഒരു വീട്ടിലും അങ്ങനെ വലിയ ദാരിദ്ര്യം അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ആളുകൾക്ക് ഭക്ഷിക്കാനും. പഴയ തലമുറയിൽപ്പെട്ട ആളുകളോട് ചോദിച്ചാൽ അറിയാം. അങ്ങനെ ഇപ്പൊ എന്റെ അച്ഛമ്മ ഒക്കെ ഉണ്ടായ സമയത്ത് അമ്മ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ദാരിദ്ര്യം എന്തെന്ന് അറിഞ്ഞ ആളുകൾ പറയുന്ന കാര്യങ്ങളുണ്ട്. ചിലപ്പോ ഒരു വറ്റുപോലും എടുക്കാനില്ലാത്ത ഒരു സാഹചര്യം ചിലപ്പോ ഉണ്ടാവും. ആ സമയത്ത് വെറുതെ വെള്ളം തിളപ്പിച്ചിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും പല ആളുകൾക്കും അങ്ങനെ ഉണ്ട്. ദാരിദ്ര്യം എന്താണെന്ന് അറിഞ്ഞവരാണ് അവരോട് ദാരിദ്ര്യത്തെ കുറിച്ച് അല്ലെങ്കിൽ പട്ടിണിയെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. പക്ഷെ അറിയാത്ത ഒരാളോട് ഇതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയണമെന്നില്ല. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്ന ആളുകൾ, ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഭൂരിഭാഗം ആളുകളും സാമ്പത്തികമായിട്ട് എനിക്ക് നേരിട്ടറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. അറിയാത്ത ആളുകളെ സംബന്ധിച്ച് നോക്കിയാലും ഇന്ന് നമ്മുടെ വരുമാനത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ വീട്ടിലെ ചെലവിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ വീട്ടിലെ ചെലവ്, ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരും ഓരോ വീടിന്റെ അത്താണികളാണ്. നിങ്ങളുടെ ചെലവിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോൾ, നിങ്ങളുടെ വീട്ടിലെ വരുമാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതൊരിക്കലും ടാലിയായി പോകുന്നുണ്ടാവില്ല. ശരിയല്ലേ? നമ്മളെപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് ആണ് അല്ലെ? കറണ്ട് ബില്ല് വരും, നമ്മുടെ ഗ്യാസ് തീർന്നു പോകും, പല പ്രശ്നങ്ങളുണ്ടാവും. ഒരു കുടുംബത്തിലെ വിദ്യാഭ്യാസത്തിന് അയക്കുന്ന മക്കളുണ്ടാവും, അവരുടെ പഠന ചെലവിൽ കുറെ കാശ് വേണ്ടി വരും. അങ്ങനെ ഒരുപാട് എക്സ്പെൻസുകൾ കൂടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇൻകം അതനുസരിച്ചിട്ട് വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഇൻകം വർദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ എക്സ്പെൻസും ഇൻകവും തമ്മിൽ ടാലി ആവുകയുള്ളൂ. അപ്പോൾ ആ ഒരു നിലക്ക് മാറ്റണമെങ്കിൽ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ള മാത്രമേ നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. മറിച്ച് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ കുറച്ചു കഴിയുമ്പോൾ നമുക്കിതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത നിലയിലേക്ക് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്തിട്ടുണ്ടാവും, മാറ്റപ്പെട്ടിട്ടുണ്ടാവും. ഇന്നിപ്പോ എറണാകുളം പട്ടണത്തിൽ, ഞങ്ങൾ താമസിക്കുന്നത് എറണാകുളം പോലെയുള്ള ഒരു പട്ടണത്തിൽ പട്ടിണി കിടക്കണമെങ്കിൽ പോലും 10-30,000 രൂപ വേണമെന്നാണ് പല ആളുകളും പറയുന്നത്. വെറും പട്ടിണി കിടക്കണത്, സാധാരണ പട്ടിണിയാണ് ഞങ്ങൾ എന്ന് വിചാരിച്ചാൽ പോലും 10-30,000 രൂപ വേണം. അപ്പൊ മറ്റ് ജില്ലകളിൽ അതേ അവസ്ഥകളൊക്കെ തന്നെയായിരിക്കാം. ഭൂരിഭാഗം പ്രദേശത്തും ഇതേ അവസ്ഥകൾ തന്നെയാണ്. കാരണം എന്താണ്? എല്ലാം കൂടിയിട്ടുണ്ടെന്നുള്ള നമ്മുടെ ചെലവുകൾ വീണ്ടും പറയാണ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ചെലവ് കൂടുന്നത് ചെലവ് ചുരുക്കുക എന്നുള്ള അർത്ഥമല്ല, മറിച്ച് വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിന് കിട്ടിയിട്ടുള്ള അവസരമാണ് ബയട്ടോറിയ എന്നുള്ളത്. ഇതിലൂടെ വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം, ബയട്ടോറിയ അല്ലാതെ ഒരുപാട് അവസരങ്ങൾ നമ്മൾ പുറത്ത് പല കാര്യങ്ങൾ നമ്മൾ കാണണ്ടാവും. ഞാൻ പറയും ബയട്ടോറിയം പോലെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ള അല്ലെ വിജയിക്കാൻ കഴിയുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞ
ഒരു കാര്യമില്ല. കാരണം ഇത്രയും സിമ്പിൾ ആയിട്ട് വിജയിക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്ട് എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ ഒരു ബിസിനസ് ഞാൻ പുറത്ത് കണ്ടിട്ടില്ല എന്ന് പറയും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു യൂണിയൻ പ്രവർത്തനം കൂടി നടത്തുന്ന എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയാം, ഒരുപാട് കമ്പനികളുടെ പ്ലാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് കമ്പനികളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇതിനെല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ബയോട്ടോറി എന്ന് പറയുന്ന ഈ ഒരു ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഈ ഒരു ഈ പ്രൊഡക്റ്റ് മാത്രമാണ് ഇന്നിപ്പോ നമുക്ക് ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ ഒരു ബിസിനസ് എന്ന് വേണം പറയാനായിട്ട്. ഈ ബിസിനസ് ചെയ്ത് വിജയിച്ചിട്ടില്ല എങ്കിൽ, ഈ ബിസിനസ് ചെയ്ത് നമ്മൾ ഒരു സക്സസിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലോകത്ത് എവിടെ പോയാലും നമ്മൾ വലിയ സക്സസിലേക്ക് എത്താനുള്ള ചാൻസ് കുറവാണെന്ന് വേണം പറയാനായിട്ട്. അത്രയ്ക്ക് ദൈവികമായിട്ടുള്ള ഒരു പ്രൊജക്ടിന്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. ഇത് ഞാൻ പറഞ്ഞില്ല, ഇതിനെ നെഞ്ചിലേറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നുമല്ല കേട്ടാ, അല്ലെ? പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നുമല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് മാറിയാൽ നമ്മളെല്ലാവരും ഒരു ഫോക്കസ് ഉണ്ടാകുക എന്നുള്ള. പലപ്പോഴും ഞാൻ പറഞ്ഞ കുറച്ച് പോയിന്റുകൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ അപ്ലൈനുമായിട്ട് നമ്മൾ നല്ല ഒരു റിലേഷനിൽ പോവുക എന്നുള്ള. റിലേഷൻ എന്നുള്ള വാക്കിന് അതിനെ വേറെ രീതിയിലല്ല വേണ്ടത്. റിലേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ബന്ധത്തിൽ നമ്മൾ പോവുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മുടെ ഈ ബിസിനസ്സിൽ മാത്രമുള്ള ഒരു പ്രത്യേകത, പെട്ടെന്ന് നമ്മുടെ അപ്ലൈൻ സക്സസിലേക്ക്, അതായത് വലിയ വരുമാനത്തിലേക്ക് പോകാനുള്ള. ഇപ്പൊ ഞാനും അല്ലെങ്കിൽ നമ്മുടെ ടോപ്പ് ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോൾ അവരെല്ലാം വലിയ വരുമാനത്തിലേക്ക് പെട്ടെന്ന് മാറുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ ടീം പെട്ടെന്ന് സെറ്റ് ആകും. അവർക്ക് വരുമാനം കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കുക എന്നുള്ള, അല്ലെ? നമ്മുടെ അപ്ലൈൻ ഒരു 10 ലക്ഷം വാങ്ങിച്ച് നമുക്ക് സന്തോഷം ഉണ്ടാകും. കാരണം നാളെ നമ്മളും ആ ഒരു ലെവലിലേക്ക് എത്തേണ്ട ആളുകളാണ്. അപ്പൊ നമ്മൾ ഒരു ഹാപ്പി മൈൻഡിലേക്ക്, നമ്മളൊരു അച്ചീവ്മെന്റ്, നമ്മൾ അപ്ലൈൻ തന്നെ ആവണമെന്നില്ല, വേറൊരാള് ബയോട്ടോറിയത്തിലൂടെ വരുമാനം എടുക്കുന്ന സമയത്ത് നമ്മളൊരു ഹാപ്പി മൂഡിലേക്ക് നമ്മൾ മാറുക എന്നുള്ള. അങ്ങനെ മാറുമ്പോഴാണ് നമുക്ക് നമ്മളും അതിലേക്ക് എത്തുക. നമ്മുടെ ഒരു മൈൻഡ് എപ്പോഴും അയാൾക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടിയില്ല. സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു ഈഗോ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഒരു കഥ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പണ്ട് ഒക്കെയുള്ള ഒരുപാട് ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ള കഥയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സക്സസുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യമുള്ളതാണ്. ഒരു സ്ത്രീ തപസ് ചെയ്യാണ്. പണ്ട് കിടന്ന സംഭവമുണ്ട്. തപസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതികഠിനമായ തപസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ തപസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവഭഗവാനെയാണ് തപസ്. അപ്പൊ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. കുറെ കഴിഞ്ഞപ്പോ ഇത്ര കഠിനമായ തണുപ്പിലും മഞ്ഞിലും ഒക്കെ നിന്നിട്ട് ഈ തപസ്സിന്റെ ഒടുവിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു, അല്ലയോ മഹതി, എന്താണ് ഇത്രയും കഠിനമായ തപസ്സിന്റെ കാര്യം, എന്താണ് നിന്റെ ആവശ്യം എന്ന് ചോദിച്ചു. അപ്പൊ ആ സ്ത്രീ അവരോട് പറഞ്ഞത്, ഞാൻ ലോകത്ത് എന്താഗ്രഹിച്ചാലും എനിക്ക് കിട്ടുന്ന ഒരു വരം എനിക്ക് തരാൻ പറ്റുമോ? അപ്പോ ശിവൻ ആകെ പെട്ടുപോയി. കാരണം എന്താഗ്രഹിച്ചാലും കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വരം എന്തായിരിക്കും ഇവർ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായിട്ട് ശിവനല്ല, ലോകത്ത് ആർക്കാണെങ്കിലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ചോദിച്ച സമയത്ത് ശിവൻ അതിൻ്റെ അകത്ത് ഒരു ക്ലോസ് കൂടി വെച്ചിട്ടാണ് ആ ഒരു വരം കൊടുക്കാൻ തീരുമാനിച്ചത്. നീ എന്താഗ്രഹിച്ചാലും അങ്ങനെ വേണമല്ലോ ചെയ്യാനുണ്ട്. കാരണം ചില വരങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ് ഒക്കെ വെച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് എന്നുള്ളതാണ്. ശിവൻ ആ ഒരു മൈൻഡിൽ ഉള്ള ആളെന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞു, നീ എന്താഗ്രഹിച്ചാലും നിന്റെ തൊട്ടടുത്തുള്ള ജാനകിക്ക് അതിന്റെ ഇരട്ടി കിട്ടാനുള്ള ഒരു ചാൻസ് കൂടി ഉണ്ട്. അപ്പൊ നീ എന്താഗ്രഹിച്ചാലും അവർക്ക് ഇരട്ടി കിട്ടും എന്ന് പറഞ്ഞ്. അപ്പോ അത് വില്ലിങ് ആണോ? അപ്പോ ഇവര് മനസ്സില്ലാ മനസ്സോടുകൂടി ഞാൻ എന്താഗ്രഹിച്ചാലും, അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ കുറെ ഇതൊക്കെ ചിന്തിച്ച്, എന്താണ് ഞാനൊരു വീട് ആഗ്രഹിച്ചാല് അവർക്ക് 2 വീട് കിട്ടും. അപ്പൊ ടെൻഷൻ ആയി പോകില്ല. കാരണം സ്വാഭാവികമായിട്ട് അപ്പുറത്തെ വീട്ടിലെ ആ ഒരു കുമ്പുടി കിട്ടുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻഷനാ, അല്ലെ? അങ്ങനെ ഉണ്ടാവരുതും എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാ ഭൂരിഭാഗം ആളുകൾ. അപ്പൊ എന്ത് ചെയ്ത് അവര് പറഞ്ഞ മനസ്സിലാ മനസ്സോട് ഇനിയിപ്പോ ആ ഉള്ള വരം നഷ്ടപ്പെടുത്തണ്ടല്ല എന്നുള്ള ഒരു ഇതില് അവരെന്ത് പറഞ്ഞു, ഓക്കെ ഞാൻ സമ്മതിച്ച് അഡ്മിറ്റ് ചെയ്ത്, അല്ലെ? അഡ്മിറ്റ് ചെയ്ത്. അപ്പൊ ഇവര് അത് പരീക്ഷണാർത്ഥം അവര് എന്താഗ്രഹിച്ച് ഇത് പറഞ്ഞ ഒരു സാധാരണ ഒരു ടിപ്പിക്കൽ മലയാളി ചിന്തിക്കുന്നത് പോലെ എനിക്ക് എന്ത് വേണം, എനിക്കൊരു വീട് വേണം. അപ്പൊ അവര് ആഗ്രഹിച്ച് എനിക്കൊരു വലിയ ബംഗ്ലാവ് ഉണ്ടാവണം എന്നുള്ള രീതിയിൽ മനസ്സിൽ സങ്കല്പിച്ചപ്പോ അവർക്ക് ഒരു വലിയ ബംഗ്ലാവ് ഉണ്ടായി. സ്വാഭാവികമായിട്ടും അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്കും കൂടി 2 വലിയ ബംഗ്ലാവ് കിട്ടി. ഇവർക്ക് ടെൻഷനായി, അല്ലെ? സ്വാഭാവികമായിട്ടും നമുക്ക് ടെൻഷൻ വരും.
നമ്മുടെ ആ ഒരു ഇത് നമ്മൾ ഒരിക്കലും സങ്കല്പിക്കുന്നില്ല. ആ ഒരു സമയത്താണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എനിക്കൊരു ബംഗ്ലാവ് കിട്ടി, അവർക്ക് 2 ബംഗ്ലാവ് കിട്ടി. ആ ഒരു പോയിന്റില് അവർക്ക് ഒരു പരീക്ഷണം വിജയിച്ച് ഇനി അടുത്ത ചിന്ത മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അവര് വേറൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് കടന്നു വന്ന് അവര് ഭഗവാനെ എന്റെ അടുത്തൊരാഗ്രഹം, എന്റെ ഒരു കണ്ണ് എന്റെ അടിച്ചു പോട്ടെ, കാഴ്ച പോട്ടെ, എന്റെ ഒരു കണ്ണ് അടിച്ചു പോട്ടെ. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ 2 കണ്ണും അടിച്ചുപോയി എന്ന് വേണം പറയാനായിട്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിലുള്ള ചിന്ത എനിക്ക് കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിന് ഒന്നും കിട്ടരുത് എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന ആ ഒരു ഘട്ടത്തിൽ എന്റെ ഒരു കണ്ണു പോയാലും മറ്റവന്റെ 2 കണ്ണും പോട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഇതിലല്ല, നമ്മുടെ ബൈറ്റോറിയത്തിലല്ല, ചില പുറത്തു നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഒരു നിലയ്ക്ക് ചിന്തിച്ചു തുടങ്ങിയാൽ നമ്മൾ സക്സസിലേക്ക് എത്താനുള്ള ചാൻസ് ഇല്ല എന്ന് വേണം പറയാനായിട്ട്. മനോജ് സാറിന് എത്ര വേണമെങ്കിലും വരുമാനം കിട്ടിക്കോട്ടെ, ഡാനി സാറിന് എത്ര വേണമെങ്കിലും വരുമാനം കിട്ടിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും അച്ചീവ്മെന്റുകൾ എടുക്കുമ്പോഴാണ് നമുക്കും അതിലേക്ക് എത്താൻ വേണ്ടി കഴിയുന്നത്. കാരണം എന്റെ അപ്ലൈൻസ് കൂടുതൽ 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 വരുമാനത്തിലേക്ക് പോട്ടെ. എന്റെ കൂടെ വന്നിട്ടുള്ള ആളുകൾ, ഇപ്പൊ യൂനസ് ഭായ് എന്നേക്കാൾ കൂടുതൽ വരുമാനം മേടിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജോയ്പിറ്റ് സാർ, അങ്ങനെ കുറെ ലീഡേഴ്സ് ഉണ്ട്, ഷാജി സാർ, എല്ലാവരും, ഗിരി ചേച്ചി, എല്ലാവരും എന്നെക്കാൾ കൂടുതൽ വരുമാനം മേടിക്കട്ടെ. സ്വാഭാവികമായിട്ടും ഞാനും അതിന്റെ അപ്പുറത്തേക്ക് എത്താനുള്ള ചാൻസ് ഇവിടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നുള്ള. ബയോട്ടോറിയത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. നമ്മുടെ അപ്ലൈന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, നമ്മുടെ അസോസിയേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ലൊരു വ്യക്തിയായി മാറുക എന്നുള്ള മാത്രമേ ഉള്ളൂ ഇവിടെ ചെയ്യാനായിട്ട്. ഒരുപാട് കാര്യങ്ങളൊന്നുമല്ല ഇതിനകത്ത് ചെയ്യാനുള്ളത്. ഞാൻ പറഞ്ഞ അടിസ്ഥാനപരമായ കാര്യം, ഒരു നന്മയുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറിയാൽ നന്മകൾ കാണാൻ വേണ്ടി കഴിയുക എന്നുള്ള, അല്ലെ? നമ്മൾ പലപ്പോഴും നന്മ കാണാൻ ശ്രമിക്കില്ല, അവരുടെ തിന്മകളിലെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ അവർക്ക് എന്താ പ്രശ്നം, അവരെന്താണ് അങ്ങനെ, ഇവരെന്താ ഇങ്ങനെ, മറ്റേയാളെന്താ അങ്ങനെ, ഇങ്ങനെ ചിന്തിക്കുമ്പോ നമ്മളെന്താ ഇങ്ങനെയെന്ന് എളുപ്പത്തിലുള്ള ഒരു ചോദ്യം നമ്മൾ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? വളരെ എളുപ്പത്തിലുള്ള ഒരു ചോദ്യമുണ്ട്, എന്താണ് അവരെന്താ ഇങ്ങനെ, മറ്റേയാളെന്താ. അതിന്റെ ഉത്തരം ആരുടെ കയ്യിലല്ല, നമ്മുടെ കയ്യിലല്ല. പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഒരു ഉത്തരമുണ്ട്, എന്താണ്, ഞാൻ എന്താണ് ഇങ്ങനെ എന്നുള്ള ചോദ്യത്തിലാണ് എന്റെ ഫോക്കസ്. കാരണം എനിക്ക് ഡെയിലി എന്നെ കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ എന്നെയാണ് കറക്റ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ പകല് പുറത്ത് നടന്നിട്ട് നമ്മുടെ ടീമിലുള്ള ആളുകൾ, അയാള് ചെയ്യൂല, ഇയാള് ചെയ്യൂല, മറ്റേയാള് ചെയ്യില്ല, സാറേ അവനെ കൊണ്ട് ഒരു കാര്യമില്ല, ഒരാളോട് സംസാരിക്കൂല, മറ്റേയാളെന്താ അയാൾ ഇങ്ങനെ ചെയ്യൂല, ഇങ്ങനെ പറയുന്ന ഇടത്ത് നമ്മൾ പറയുന്നുണ്ടോ, നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇന്നലെ കഴിഞ്ഞ ദിവസവും നമ്മൾ കേരളം കണ്ടതാണ്. കേരളത്തിന്റെ, ഞാനൊരു പൊളിറ്റിക്സ് പറയുന്നതല്ല, മറിച്ച് കേരളത്തിന്റെ കണ്ണേ കരളെ VS എന്ന് പറയുന്ന മുദ്രാവാക്യം കഴിഞ്ഞ 3-4 ദിവസമായിട്ട് കേരളത്തിന്റെ മണ്ണിൽ മുഴുവൻ വാർത്താ ചാനലുകളിലൂടെ നിങ്ങൾ കണ്ടതാണ്. കേരളത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട VS എന്ന് പറയുന്ന 2 അക്ഷരം, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് അല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഒരു മനുഷ്യൻ 102 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നതിന്റെ തെളിവാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ, ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ ആ ഒരു ഭൗതിക ശരീരം കണ്ട നിലക്ക് പറയുന്നതാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ അവരുടെ സ്വന്തം മനുഷ്യൻ മരിച്ചുപോയ ആ ഒരു വേദനയിൽ കേരളത്തിൽ കരഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് VS എന്നാണ്. അദ്ദേഹം പകർന്നു വെച്ചത്, ഗാന്ധിജി പറഞ്ഞതുപോലെ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ ആ ഒരു മഹത് വചനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം. അദ്ദേഹം കാണിച്ചു കൊടുത്ത ഒരു വഴിയുണ്ട്, നേരിന്റെ വഴി എന്നുള്ളത്. ആ നേരിന്റെ വഴിയിലൂടെ ആരെല്ലാം സഞ്ചരിക്കുന്നു അവരുടെ കൂടെ ലക്ഷക്കണക്കിന് ആളുകൾ കൂടെ വരുമെന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ബൈറ്റോറിയൻസ് നേരിന്റെ വഴിയിലൂടെ മാത്രം സഞ്ചരിച്ചാൽ മതി. ഇവിടെ അധികമായിട്ട് ഒന്നും ചെയ്യാനില്ല. നേരിന്റെ വഴിയിലൂടെ മാത്രം പോകുന്ന മനുഷ്യരുടെ കൂടെ ലക്ഷക്കണക്കിന് മനുഷ്യർ നമ്മളോട് തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ തയ്യാറാവുമെന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അമാനുഷിക കഴിവുള്ള ആളുകളല്ല. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം നോക്കിയാൽ VS മരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വാർത്താ ചാനലുകളിലൂടെയൊക്കെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം നോക്കിയാൽ 10ാം ക്ലാസ്സിൽ താഴെയുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തെ ഒരു പ്രത്യശാസ്ത്രമായിട്ട് വളരെ അടുത്തും ആ തിയറി അല്ലെങ്കിൽ ആ ഒരു പ്രത്യശാസ്ത്രമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് വിട്ടുവീഴ്ചയില്ലാത്ത, സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾക്കായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിവെച്ചത്. 100 വയസ്സ് വരെ ഒരു മനുഷ്യൻ ജീവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യമാണ്. ആ 100 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് കൃത്യമായ ചിട്ടയായ ഭക്ഷണക്രമം ഉണ്ടായിരുന്നു.
ചിട്ടയായ വ്യായാമം ഉണ്ടായിരുന്നു, ചിട്ടയായ ജീവിത ശൈലിയായിരുന്നു അദ്ദേഹത്തെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അതേ രീതിയിലായിരുന്നു. ഞാൻ വീണ്ടും വീണ്ടും പറയാം, ഞാൻ റീസെന്റ് ആയിട്ട് നടന്നൊരു സംഭവം എന്നുള്ള നിലയിൽ നിങ്ങളോട് പങ്കുവെച്ചതാണ്. നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാക്കാൻ കഴിയാവുന്ന നൂറുകണക്കിന് മനുഷ്യരുണ്ട് ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ആളുകളെ നോക്കിയാൽ ആരെ വേണമെങ്കിലും നമുക്ക് എടുത്ത് പരിശോധിക്കാം. അവരുടെ പിന്നിലെല്ലാം ഒരു ചിട്ടയായ ഒരു മിനിമം 5 മണിക്ക് എഴുന്നേൽക്കുന്ന ആളുകളായിരുന്നു ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ആളുകൾ എന്ന് വേണം പറയാനായിട്ട്. 10 മണി വരെ കിടന്നുറങ്ങിയിട്ട് ഞാൻ ബയോട്ടോറിയം ബിസിനസ്സിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ലീഡറാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് സക്സസ് ആവാനുള്ള ചാൻസ് കുറവാണ്. ചില ആളുകളുടെ മൈക്ക് ഓൺ ആയിട്ടുണ്ട്, അപ്പൊ ആ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടുള്ള അവസരമാണ്. ഈ അവസരത്തെ നമ്മൾ മുറുകെ പിടിക്കുക, മുറുക്കിലാണെങ്കിലും മുറുക്കി പിടിക്കുക എന്ന് നമ്മുടെ നാട്ടിൽ പഴഞ്ചൊല്ല് പറയാറുണ്ട്. എന്നതുപോലെ നമ്മൾ മുറുക്കി ഈ ബിസിനസ്സിനെ എത്രമാത്രം നെഞ്ചിലേറ്റുന്നോ അത്രമാത്രം നമ്മൾ സക്സസിലേക്ക് മാറും എന്നുള്ളതാണ്. വൈട്ടോറിയം ആദ്യം ഏറ്റെടുത്ത സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറിന് ഉദാഹരണം പറയുമ്പോൾ പറയാൻ പറ്റുന്ന ഏറ്റവും വലിയതാണ്. കാരണം 10 മാസക്കാലം കൊണ്ട് 1 കോടി രൂപ അച്ചീവ് ചെയ്തതെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരുപാട് റിജക്ഷനുകൾ നേരിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന വഴിയിൽ എടുത്തു നോക്കിയാൽ ഒരുപാട് പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് അപരാധങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ആ സാഹചര്യത്തിലൊന്നും ഈ ബയോട്ടോറിയം ബിസിനസ് വിട്ടുപോകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിൽ നോക്കിയാൽ നമ്മുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ അപ്ഡേഷനൊക്കെ എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് നമ്മുടെ കേരള രജിസ്ട്രേഷൻ പൂർത്തിയായി. അതോടൊപ്പം തന്നെ നമ്മുടെ എറണാകുളത്ത് തന്നെ കേരളത്തിലെ ആദ്യത്തെ ഓഫീസിന്റെ മുഴുവൻ പണികളും പൂർത്തിയായി. ഓഫീസിന്റെ ഇനോഗ്രേഷൻ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ച് ഇന്നിപ്പോ കേരളത്തിൽ അത്ര ലെവലിലേക്ക് ഒരു നാഷണൽ ഹൈവേ വെട്ടിത്തെളിച്ചിട്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലൂടെ സഞ്ചരിച്ചാൽ മാത്രം മതി. നമ്മളെല്ലാവരും പുതിയതായിട്ടൊരു വഴി കണ്ടെത്തേണ്ടത് ആവശ്യമില്ല. നമ്മൾ പല ആളുകളും ചിന്ത, ഞാൻ ആയിട്ട് ഇന്ന് ഒരു പുതിയൊരു തിയറി ഞാൻ അപ്ലൈ ചെയ്യുകയാണ്, ബയോട്ടോറിയത്തിൽ എങ്ങനെ സക്സസ് ആവാം എന്നുള്ളത്. ഞാനായിട്ട് ഒരു തിയറി വെച്ചാൽ ഒരിക്കലും അതിലേക്ക് എത്താനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മളെ മുന്നേ പോയ ആളുകൾ ഒരു തിയറി വെച്ചിട്ടാണ് അവർ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, അവർ സക്സസ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ വഴി പിന്തുടർന്നാൽ പോലെ നമ്മുടേതായിട്ടുള്ള ഒരു ഐഡിയ വേണ്ട. ഇവിടെ ബിസിനസ്സിൽ ലീഡേഴ്സ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സക്സസ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അച്ചീവ്മെന്റ് എടുത്ത ആരെ വേണമെങ്കിലും എടുത്തു നോക്കിയാൽ നമുക്കറിയാം, അവരെല്ലാം ഇത്തരം ലീഡേഴ്സിനെ ഫോളോ ചെയ്തിട്ടുള്ള ആളുകളാണ്. അവർക്ക് കുറവുകൾ ഉണ്ടാവും, അവർക്ക് പരിമിതികൾ ഉണ്ടാവും. പക്ഷെ ആ പരിമിതികളെയും കുറവുകളെയും അല്ല ഫോക്കസ് ചെയ്യേണ്ടത്. അവര് മുന്നോട്ട് വെച്ച ആശയം, അവർ മുന്നോട്ട് വെച്ച ആ ഒരു പാതയുണ്ട്, ആ പാതയിലൂടെ മാത്രം പോയാൽ മതി. പുതിയതായിട്ട് ഒരു ടോപ്പിൻ ഐഡിയയും നമ്മൾ കൊണ്ടുവരേണ്ടതില്ല. ഇവിടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാനുള്ളത്. ആ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. മറ്റൊരു അവസരത്തിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാമെന്നുള്ളത് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. എനിവേ, നിങ്ങൾ എല്ലാവരും ഈ ബയോട്ടോറിയത്തിൽ സക്സസ് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം 6 മണിക്ക് എല്ലാ ദിവസവും എടുത്തു നോക്കിയാൽ ഇതിനകത്ത് ഗീത ചേച്ചി, ഒരുപാട് ഗീത പ്രകാശ്, ഗീത സുരേഷ്, ഭഗത് സാർ, ഒരുപാട് ആളുകൾ ഇതിൽ കാണുന്നുണ്ട്. എല്ലാവരും ഞാൻ എടുത്ത് പറയുന്നില്ല. എനിവേ, ഈ ബിസിനസ്സിൽ സക്സസ് ആവണം എന്ന ആഗ്രഹം കൊണ്ട് മാത്രം എത്ര മഴയാണെങ്കിലും ഏത് വെയിലാണെങ്കിലും എന്ത് സാഹചര്യമാണെങ്കിലും രാവിലെ ഇതിൽ കയറാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, നമ്മളെ സംബന്ധിച്ച് അത് തന്നെയാണ് നമ്മളെ ഈ സക്സസിലേക്ക് നയിക്കുന്നത്. ഇന്നലെ ടെക്നിക്കൽ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ മനീഷ് സാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അത്തരം ചെറിയ കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയും, കൊച്ചു കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ഇതിൽ സക്സസ് ആവാനായിട്ട്. അതുകൊണ്ട് കുറുക്കു വഴി തേടി പോകരുത്. ഇതിന്റെ നേരെ ആയിട്ടുള്ള വഴി ഒരു 3 വർഷക്കാലത്തേക്ക് നമ്മുടെ ഫുൾ ഫോക്കസും ഇതിലായി മാറുക. സച്ചിനോട് ചോദിച്ചു, സച്ചിന്റെ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു, സച്ചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം എന്താണ്? അദ്ദേഹം ക്രിക്കറ്റ് കളിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിനോദം എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് കളി തന്നെയാണ്. ബയോട്ടോറിയം ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യണത്. ശരി, പാർട്ട് ടൈമിലും ഒരു ടൈം ഉണ്ട് എന്നുള്ളതാണ്, ശരിയല്ലേ? പാർട്ട് ടൈം എന്ന് പറയുന്ന വാക്കിലും
ഒരു ടൈം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ആ ടൈം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വരുമാനത്തിലേക്ക് നമ്മളെത്തില്ല. നമ്മൾ എത്ര നാൾ ഇതിന്റെ അകത്ത് ഉണ്ടായി എന്നുള്ളതല്ല, കഴിഞ്ഞ 1 വർഷമായി 2 വർഷമായി എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോൾ എത്ര മണിക്കൂർ നിങ്ങൾ ബയോട്ടോറിയം ബിസിനസിന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. എന്റെ ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ നീളുന്ന സമയത്തിൽ എന്റെ ഭൂരിഭാഗം സമയവും ബയോട്ടോറിയത്തിന് വേണ്ടിയാണ്, ഈ ബിസിനസിന് വേണ്ടിയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ചെറിയതായിട്ടുള്ളെങ്കിലും അച്ചീവ്മെന്റുകൾ എടുക്കാനായിട്ട് എന്നെ സഹായിച്ചിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക, ഇന്നത്തെ ഒരു ദിവസം എത്ര മണിക്കൂറാണ് ബയോട്ടോറിയത്തിന് വേണ്ടി നിങ്ങൾ വിനിയോഗിക്കാൻ എഫക്റ്റീവായിട്ട്. രാവിലെ ഇറങ്ങി എവിടെയെങ്കിലും പോയി നിന്ന് വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് വരുന്നതല്ല ബയോട്ടോറിയം എന്നുള്ളത്, മറിച്ച് ഈ ബിസിനസ് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് ഈ ബിസിനസ് പങ്കുവെച്ചുകൊണ്ട് എത്ര സമയം നമ്മൾ ഈ ബിസിനസ്സിലുണ്ടോ അതാണ് നമ്മുടെ സക്സസ് നിശ്ചയിക്കുന്നത്. അതിലൂടെ മാത്രമാണ് നമ്മൾ സക്സസിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഫോക്കസ് മുഴുവൻ ബിസിനസ്സിലായിരിക്കണം. എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സും ഒരു അചഞ്ചലമായ മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. കാരണം പ്രതിസന്ധികളാണ് കൂടുതലുള്ളത്. നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങളല്ല നമ്മുടെ മുന്നിലുണ്ടാകുന്നത്. ബയോട്ടോറിയവുമായിട്ട് മുന്നോട്ട് ഇറങ്ങുന്ന സമയത്ത് പ്രതിസന്ധികളെ തരണം ചെയ്യാം. നമുക്ക് ഒരാൾ റിജക്ഷൻ പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അങ്ങനെ ഒരു സന്തോഷം മൂടിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ്. നമുക്ക് ആള് പറയുമ്പോൾ അയ്യോ അയാൾക്ക് ഇതിനുള്ള വിധിയില്ലല്ലോ എന്നോർത്ത് സന്തോഷിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അയ്യോ അയാൾ എടുത്തില്ലല്ലോ എന്നോർത്ത് തലമുറയിട്ട് കരഞ്ഞാൽ നമുക്കൊരിക്കലും ഇതിന്റെ സക്സസിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയില്ല. അവര് റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടു, നമ്മൾ ഈ ബിസിനസ്സിൽ ഇട്ടിട്ട് പോയാൽ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക. ആരെല്ലാം ഈ ബിസിനസ്സിലുണ്ടെങ്കിലും, ആരെല്ലാം ഈ ബിസിനസ്സിൽ നിന്ന് വിട്ടുപോയാൽ, ആരെല്ലാം ഈ ബിസിനസ്സിലേക്ക് വന്നാൽ ഞാനൊരു 3 വർഷത്തേക്ക് ഈ ബിസിനസ്സിൽ ഫോക്കസ്ഡ് ആണ് എന്ന് തീരുമാനിക്കുന്നിടത്ത് നമ്മുടെ സക്സസ് ആരംഭിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഫോക്കസ്ഡ് ആയാൽ എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിച്ചേരും. അതാണ് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ കൂടെയുള്ള ആളുകൾ ചെയ്യുന്നത്, നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറുക. ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ ചെയ്യാത്തൊരു കാര്യത്തെ കുറിച്ച് ഒരിക്കലും സംസാരിക്കില്ല. ചെയ്യുന്ന കാര്യങ്ങൾ, പരിമിതികൾ ഉണ്ടാവാം, പോരായ്മകൾ ഉണ്ടാവാം. ഞാൻ എന്നെ മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരു വ്യക്തിയാണ്. എന്റെ പോരായ്മകൾ നിങ്ങൾക്ക് എന്നോട് വ്യക്തിപരമായി സംസാരിക്കുക. എന്റെ പോരായ്മകൾ എനിക്ക് പരിഹരിക്കാനായിട്ട് എന്നെ സഹായിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാം. ഞാൻ എന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. നിങ്ങളുടെ പോരായ്മകൾ ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ സക്സസ് ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രമേ നിങ്ങളുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുള്ളൂ, നിങ്ങളുടെ പരിമിതികളെ ഓവർകം ചെയ്യാനുള്ള വഴികൾ പറഞ്ഞു തരുള്ളൂ. അങ്ങനെ നിങ്ങളുടെ പരിമിതികളെ ഓവർകം ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തുക, കൂടുതൽ ഫോക്കസ്ഡ് ആകുക, കൂടുതൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, കൂടുതൽ അച്ചീവ്മെന്റുകൾ എടുക്കുക. ഇന്നത്തെ ഒരു ശുഭദിനം നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടി കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും, എന്നെ കേട്ട മുഴുവൻ ആളുകൾക്കും നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാർ എല്ലാ ദിവസവും എല്ലാവരുടെയും വാക്കുകൾ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ പ്രോഗ്രാമിൽ കയറിയില്ലെങ്കിലും ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും ഒക്കെ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ ഡെയിലി നമുക്ക് വേണ്ടി ഈ ബിസിനസിന് വേണ്ടിയിട്ട് അദ്ദേഹം കാണിക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്. രാവിലെ 6 മണി 5:55 ആവുമ്പോൾ ഈ സൂം ഓൺ ആകുന്നു. ആ സമയം മുതൽ ഈ സമയം വരെ ഇത് കഴിയുന്നത് വരെ അദ്ദേഹത്തിന്റെ ഒരു ഡെഡിക്കേഷൻ ഉണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഇത് ഞാനും നിങ്ങളും ഈ സൂം ഓൺ ചെയ്ത് ഇതിനകത്ത് കുത്തിയിട്ട് മാറ്റി വെച്ചിട്ട് എവിടെയെങ്കിലും ഇരുന്നാൽ മതി. പക്ഷെ ഇത് കഴിയുന്നത് വരെ കൃത്യമായ രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കിയാൽ അദ്ദേഹം എത്രമാത്രം ഫോക്കസ്ഡാണ്, നമ്മൾ എത്രമാത്രം ഫോക്കസ്ഡാണ്, അത് മാത്രം നമ്മൾ ചിന്തിക്കുക, മുന്നോട്ട് പോവുക. എല്ലാത്തിനും നിങ്ങളുടെ കൂടെ ഒരു സഹോദരനെ പോലെ, ഒരു ജ്യേഷ്ഠനെ പോലെ, ഒരു അനിയനെ പോലെ, ഒരു എന്തായിട്ടും ഒരു കൂട്ടുകാരനെ പോലെ നിങ്ങളുടെ കൂടെ ഉണ്ട്. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഏത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. നമ്മുടെ ടീമുണ്ട്. അതാണ് ഈ KBC എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും പോകുന്നത്. എല്ലാവരും വിജയിക്കട്ടെ, എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടി കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സർ. വളരെ ഒരു കഥയിലൂടെയും അതുപോലെ തന്നെ ഹാസ്യത്തിലൂടെയും കുറുക്കുവഴി എന്ന് പറഞ്ഞപ്പോ ഞാനും റെഡി ആയിട്ടിരിക്കാൻ ബുക്കൊക്കെ എടുത്തിട്ട് കുറുക്കുവഴി ആദ്യം എഴുതി വെച്ച പകുതി പൈസ അങ്ങനെ ഉണ്ടാക്കാലോ എന്നൊക്കെ വിചാരിച്ച് ഞാനും റെഡി ആയിട്ടിരിക്കുന്നു. അപ്പോഴാണ് സാറ് പറയണത് പാടത്ത് പണി വരുമ്പോ തന്നെ കൂലി, നേരെ തന്നെ പോയാലേ കാശ് കിട്ടുള്ളൂ എന്ന്. അപ്പൊ ഞാൻ കുറുക്കുവഴിയൊക്കെ എഴുതി 1 വർഷം കൊണ്ട് അങ്ങനെയും പകുതി പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതും നടന്നില്ല. എന്തായാലും നമുക്ക് ഇപ്പൊ സൂമിൽ ആദ്യമായിട്ടൊരു ഗസ്റ്റ് കയറിയാൽ തന്നെ അവർക്ക്
ഒരു ഇൻസ്പിറേഷൻ, അവർക്ക് തന്നെ ഒരു ഇതാ വേണ്ടിയിട്ട് തന്നെ സാറിന് അത്രയും വാല്യുബിൾ ആയിട്ട് ഹാസ്യത്തിലൂടെ ആയാലും കഥയിലൂടെ ആയാലും അതുപോലെ തന്നെ സീരിയസ് ആയിട്ടും ഒക്കെ രീതിയിൽ നമുക്ക് നല്ലവണ്ണം ഏതൊരാൾക്കും ആദ്യമായിട്ട് കേൾക്കുന്ന മനസ്സിലാകത്തക്ക രീതിയിൽ നല്ല രീതിയിൽ സാറ് ഈ ബിസിനസ് എങ്ങനെ വിജയിപ്പിക്കാമെന്ന് കുറുക്കുവഴി അല്ലാതെ തന്നെ നേർവഴിയുടെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന സാറിന് ഞങ്ങളുടെ ടീമിന്റെ അഭിനന്ദനങ്ങൾ. ഒപ്പം ക്ലോസിംഗ് സെക്ഷനിലായിട്ട് മനോജ് സാറിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെയാണ് നമ്മുടെ അഭിലാഷ് സാർ പറഞ്ഞിരിക്കുന്നത്. മനോജ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ 10 മാസം കൊണ്ട് ആലോചിച്ച് നോക്ക്, 10 മാസം കൊണ്ട് തന്നെ 1 കോടി അച്ചീവ് ചെയ്തു. അപ്പൊ 3 വർഷം കൊണ്ട് 3.5 കോടി അച്ചീവ് ചെയ്ത നമുക്കൊക്കെ റോൾ മോഡലാക്കി എപ്പോഴും കരുതാനുള്ള വ്യക്തിത്വ ഉടമയാണ് അഭിലാഷ് സാറ്, മനോജ് സാറ് ഇവരൊക്കെ. അപ്പൊ ഇതിന് നമുക്കറിയാലോ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും. ഇപ്പൊ സാറ് പറഞ്ഞു ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധിയും പരിഹാസങ്ങളൊക്കെ കേട്ടിട്ട് ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പൊ സാറ് പറഞ്ഞു ഒരാള് നോ പറഞ്ഞ, സത്യം പറഞ്ഞ ഞാനാണ് ഒരു ഫീൽഡിൽ ഇപ്പൊ ഒരു നോ കേട്ട അവിടെ ആ ദിവസം എന്റെ ഇത് പോയി. ദൈവമേ, അവിടെ ചെന്നപ്പോ കഷ്ടമായി പോയല്ലോ, എത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോ എന്ന് വിചാരിക്കും. സാറ് പറഞ്ഞ കേൾക്കുമ്പോ തന്നെ നമുക്കൊരു ഇന്നിപ്പോ ഒരു വർക്കിന് പോകണമെങ്കിൽ തന്നെ നമുക്കൊരു ഉഷാറാണ്, ഒരു എനർജിയാണ് അല്ലെ. ഇന്നൊരു ഫീൽഡിൽ പോയി ഒരു നോ കേട്ടാ ആയിക്കോട്ടെ, നമുക്കിതെന്താ ഇനിയും വരാനുണ്ട് എന്ന് ചിന്തിക്കാം. അതിനൊക്കെ ഈ ഒരു 6 AM ക്ലബ്ബ് മീറ്റിംഗ് നമുക്കൊക്കെ ഒരു പ്രചോദനമായി. അതുപോലെ തന്നെ ഇപ്പൊ ഇനി ക്ലോസിംഗ് സെഷനിലേക്ക് മനോജ് സാറിനെ ക്ഷണിക്കുന്നു, സ്നേഹത്തോട് ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം മനോജ് സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സിജി മാഡം. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്ന വിജയാശംസകൾ നേരുകയാണ്. ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. കാരണം നമ്മുടെ പ്രിയ സുഹൃത്ത് അഭിലാഷ് സാറാണ് ഇത്രയും നേരം സംസാരിച്ചത്. എങ്ങനെയാണ് നമുക്ക് ബയോട്ടോറിയത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതായിരുന്നു സബ്ജക്റ്റ്. അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഇവിടെ സംസാരിച്ചു. കുറുക്കുവഴികളെ കുറിച്ച് പറഞ്ഞു തന്നു. കുറുക്കുവഴികളിലൂടെ പോയവരാരും രക്ഷപ്പെടാറില്ല. അതുകൊണ്ട് നേരായ വഴിയിലൂടെ, സത്യത്തിന്റെ വഴിയിലൂടെ പോകുന്നവരെ വിജയിപ്പിക്കാൻ വേണ്ടി ഈ പ്രകൃതി ശക്തിയും കൂടി ഉണ്ടാവുന്നതാണ്. കുറുക്കു വഴികളിലൂടെ പോയവരെല്ലാം ഒരു കാലത്ത് തുടച്ചു നീക്കപ്പെടുന്നതാണ്. അതാണ് നമ്മുടെ ശുദ്ധികലശത്തിലൂടെ ഇവിടെ നടന്നതും. അതുകൊണ്ട് സത്യത്തിന്റെ വഴിയിലൂടെ, നേർവഴിയിലൂടെ പോയാൽ തുടക്കത്തിൽ അല്പം ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും പരമമായ ലക്ഷ്യത്തിലേക്ക്, ഉന്നത വിജയത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. അവിടെയാണ് സന്തോഷവും ഹാപ്പിനെസ്സും നന്മയും ഒക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആരും കുറുക്കുവഴികൾ അന്വേഷിക്കേണ്ട. കുറുക്കുവഴി അന്വേഷിക്കുന്നവർ ആരും ഇതിനകത്ത് ഇല്ല എന്ന് പറയാം. കാരണം ബയോട്ടോറി എന്ന് പറഞ്ഞ കമ്പനി തന്നെ ഡയറക്ട് സെയിലിംഗിൽ വലിയൊരു അത്ഭുതം സൃഷ്ടിച്ച കമ്പനിയാണ്. കാരണം പ്രൊഡക്റ്റുകൾ മിറാക്കിൾ, അമേസിംഗ് പ്രൊഡക്റ്റ്, എക്സലന്റ് റിസൾട്ട്, ശരിയായിട്ട് ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ ഇംപ്രൂവ്മെന്റ് റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ മാറ്റി വെക്കരുത്. ഇന്നലെ എനിക്കൊരു കോൾ വന്നു വടകരയിൽ. അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടാ കൊടുത്തത് ചെറിയ ഇംപ്രൂവ്മെന്റ് റിയാക്ഷൻ ഒക്കെ ഉണ്ടാവുന്നു. ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഇംപ്രൂവ്മെന്റ് റിയാക്ഷൻ ഉണ്ടായി. അദ്ദേഹം എന്റെ കാശ് മടക്കി തരണം എന്ന് പറഞ്ഞിട്ട് വിളിയോട് വിളിയാണ് അവിടുന്ന്. അപ്പോ നമ്മൾ കൊടുക്കേണ്ടതായ രീതിയിൽ സംസാരിച്ചാൽ ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ഉള്ള കമ്പനി ലോകത്തില്ല, ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇന്നിവിടെ MC ചെയ്ത മേഡം ഇവിടെ സംസാരിച്ചു. അവർ നേഴ്സാണ്. ഈ നേഴ്സുമാര്, ഡോക്ടർമാർ ഇതൊന്നും അവർ പെട്ടെന്ന് ഇതിനെ അംഗീകരിക്കില്ല അല്ലെ. കാരണം അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു തെറാപ്പി അല്ല നമ്മുടെ തെറാപ്പി എന്ന് പറയുന്നത്. പക്ഷെ ആരും അറിഞ്ഞോ അറിയാതെയോ ഒരു ദൈവിക ശക്തി അവരുടെ മനസ്സിലേക്ക് വന്നാൽ മാത്രമേ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റുള്ളൂ. ആരുടെയും നിർബന്ധം കൊണ്ടായിരിക്കാം. പക്ഷെ അവർ ഒരു റിസൾട്ട് ഇന്ന് ഷെയർ ചെയ്തു. ഒത്തിരി റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അവർക്ക്. അതിലൊരു റിസൾട്ടാണ് തൈറോയിഡിന്റെ റിസൾട്ട് അല്ലെ. തൈറോയിഡ് റിസൾട്ട് അവർ പറഞ്ഞു 39 ഉള്ളത് ഇപ്പൊ 12.6 എത്തിയെന്ന് പറഞ്ഞു. നോർമൽ എത്രയാണ് മാഡം? നോണാക്കി പറഞ്ഞേ. 0.5-0.6 ഒക്കെ വരാമോ സാറേ? 0.5 മുകളിൽ പോകരുത് സാറേ. അപ്പൊ ഇനിയും കുറയാനുണ്ട് അല്ലെ, കുറച്ചും കൂടി നോർമൽ ആവാനുണ്ട്. അതായിക്കോളും. 39 12 ഇത്രയും 1.5 വർഷം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പോലും എനിക്ക് ഇത്ര റിസൾട്ട് ഇത്ര പെട്ടെന്ന് കിട്ടിയിട്ടില്ല സാറേ. 15 ട്രീറ്റ്മെന്റ് ചെയ്താലും അത് മാറൂല. ടാബ്ലറ്റ് മാറിക്കൊണ്ടിരിക്കും അല്ലെ. ടാബ്ലറ്റ് മാറിക്കൊണ്ടിരിക്കും, അസുഖം മാറൂല. പക്ഷെ ഇവിടെ ആലോചിച്ച് നോക്കണം, ഇത്രയും റിസൾട്ട് കിട്ടിയ പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്റ്റുകളുടെ റിസൾട്ടാണ് നമ്മളെ വിജയിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് അല്ലെ. ഈ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് തന്നെയാണ് എന്നെയും വിജയിപ്പിച്ചത്, നിങ്ങളെയും അത് തന്നെയാണ് വിജയിപ്പിക്കുന്നത്, ഒരു സംശയം വേണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം പ്ലാൻ ആണ്.
ഇന്ന് വരെയും വേൾഡിൽ ഒരു കമ്പനിയും കൊടുക്കാത്ത രീതിയിൽ ഒരു ഫാമിലി ബോണസ് എന്ന് പറയുന്ന ഒരു ആശയം ഒരു ഡയറക്ട് സെല്ലിംഗിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രിയങ്കരനായ സാഗർ ജോഷി സാറാണ്. വേറൊരു കമ്പനിയിലും അങ്ങനെ ഒരു ഇൻകമേ ഇല്ല. ഉണ്ടാ സത്യം മാഷെ? എത്രയോ കമ്പനികൾ നമ്മളിവിടെ കേട്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്, ഇനി വരാനിരിക്കുന്നു അല്ലെ? ഒരു 100 PV ഏറ്റവും ബോട്ടം ലെവലില് നമ്മൾ ഡയറക്റ്റ് വേണ്ട, നമ്മുടെ ടീമിൽ ബോട്ടം ലെവലില് മാച്ച് ചെയ്യുമ്പോ ഇന്നിപ്പോ 6820 രൂപയാണ്. അന്ന് വെറും 5025 രൂപ കിട്ടിയത്. ആ 5025 ഞാൻ 10 മാസം കൊണ്ട് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ 1 സ്റ്റാർ അച്ചീവർ ആയിട്ട് മാറി. ഇത് ഉള്ളെന്ന് വരണം, മനസ്സിലായോ? അല്ലാണ്ട് ഈ 6 AM ക്ലബ് കയറി ഇരുന്നിട്ട് കഥ പറഞ്ഞിട്ട് കാര്യമില്ല. ഇറങ്ങണം അങ്ങോട്ട് ഫീൽഡിലേക്ക്, കച്ചവടം ചെയ്യണം. അത്രയും നല്ല നിധിയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്, പക്ഷെ ഉപയോഗിക്കുന്നില്ല പലരും. അപ്പൊ ആ ഇൻകം പ്ലാന്റെ മഹത്വമാണത്. ഒരു 100 PV, ഒരു സാധാരണ ബോട്ടം ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു 100 PV ഒരാഴ്ചയിൽ മാച്ച് ചെയ്താൽ പോലും ഇല്ലേ, ഇൻറ്റു 4 ആഴ്ച ചെയ്താൽ 4 6 24 4 8 32 അല്ലെ, ഒരു 30,000 രൂപ മാസം കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നു. സ്ത്രീകളൊക്കെ ആണെങ്കിൽ പല ജോലിക്ക് പോയാൽ 8,000 10,000 രൂപ കിട്ടത്തുള്ളൂ അല്ലെ, കൂടി വന്നാൽ 15 കിട്ടുമായി, അതൊന്നും കിട്ടത്തില്ല മാക്സിമം ഞാൻ പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു മാസം 30,000 കിട്ടാൻ ഒരാഴ്ചയിൽ ഒരു ഫാമിലി ബോണസ് ചെയ്താൽ തുടക്കക്കാർക്ക് സിമ്പിൾ ആണത്, വേണമെന്ന് വിചാരിച്ച് നടക്കും. അടുത്ത മാസം ആകുമ്പോൾ കുറച്ചും കൂടി ടീമൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒറ്റക്കാണ് ഈ സെയിൽ ചെയ്യുന്നത്. ഒരു മാസം നിങ്ങൾ ഒറ്റക്ക് ചെയ്യും, ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് അല്ലേ. 8 പേര് മതി 30,000 കിട്ടാൻ. 4 പേര് ലെഫ്റ്റിലും 4 പേര് റൈറ്റിലും 8 പേര്. നിങ്ങൾ വിചാരിച്ച 8 നിങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കുമ്പോൾ എത്ര ആള് ലിസ്റ്റ് എഴുതുന്നുണ്ട് നിങ്ങളില്ലേ? 8 പേരെ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് കൊണ്ടുവരാൻ പറ്റില്ലെന്നാ. ഓരോരുത്തരും ഇറങ്ങണം അങ്ങോട്ട് പുതുതായിട്ട് 8 പേരെ കൊണ്ടുവരണം. ഈ മാസത്തെ വരുമാനം 30,000. നിങ്ങൾ കോൺഫിഡൻസ് കൊടുത്താൽ മതി അവർക്ക്. അതാ ഇൻകം പ്ലാനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ വിജയിച്ചത് കേട്ടോ. ഇങ്ങനെ ലിസ്റ്റാക്കി തയ്യാറാക്കിയിട്ട് അവരെ വീട്ടിൽ പോയി കണ്ട് റെഡിയാക്കിയിട്ട് ഒരു മാസത്തെ ടാർഗറ്റ് ഫിക്സ് ചെയ്യണം. ഇത്ര രൂപ എനിക്ക് ഈ മാസം വേണം. അങ്ങനെ ഞാൻ ഇറങ്ങിയപ്പോ ആദ്യത്തെ മാസം 1,53,000 രൂപ മേടിച്ചവനാണ് ഞാൻ. അതൊന്നുമില്ല. പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ 15 ദിവസം 20 ദിവസം കഴിയണം. റെയിൽവേ സ്റ്റേഷനിൽ ഇടിയാണ്. ഡാനി സാറിന് അറിയാം. ഡാനി സാറാണ് ഇവിടുത്തെ ആദ്യത്തെ പിക്കപ്പ് സെന്റർ എടുത്തത്. രാജീവേട്ടനും കൂടി ഉണ്ടായിരുന്നു. 15 ദിവസം 20 ദിവസം കഴിയുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇടിയാണ്. അപ്പോഴും എനിക്ക് ഡാനി സാറ് 2-3 പ്രൊഡക്റ്റ് മാറ്റി വെച്ച് തരുമായിരുന്നു. കാരണം ഞാൻ ഇത്രയും നേരം ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയും, ഡാനി സാറ് കണ്ണൂരേക്ക് പ്രൊഡക്റ്റ് അയച്ചോ കോഴിക്കോടേക്ക് അയച്ചോ പറയുമ്പോൾ അദ്ദേഹം കൊറിയറിൽ അങ്ങോട്ട് അയക്കും. ആ കൊറിയർ ഓഫീസിലേക്ക് ഞാൻ പൈസ അയച്ചു കൊടുക്കുകയാണ്. അവിടെയാണ് നമ്മൾ തുടക്കം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഞാൻ കച്ചവടം ചെയ്യുന്നുണ്ട്, ഞാൻ കുറെ ആളെ കാണുന്നുണ്ട്, അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇവരോട്, അതല്ല കച്ചവടം. കച്ചവടത്തിന് എപ്പോഴും ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ടാണ് പലരും വിജയിക്കാതെ പോകുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഗോൾ സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി ഇൻകം പ്ലാനാണ് നമുക്കുള്ളത്. നിങ്ങൾ ഇനിയെങ്കിലും ഗോൾ സെറ്റ് ചെയ്യണം. കുറെ ആളെ കണ്ടു, അവിടുന്ന് വരെ എൻട്രി വന്നിട്ടുണ്ട്. അതല്ല ഒരു മാസം, ആദ്യത്തെ മാസം നിങ്ങൾ ഒരു 30,000 രൂപ പുതുതായിട്ട് വരുന്ന ആളുകൾ കൊടുക്കേണ്ട ടാർഗറ്റ് ആണ് 30,000 രൂപ. 8 എൻട്രി അല്ലെ, 4 പറ്റുള്ളൂ, 15 രൂപ കിട്ടൂലേ ഇല്ലേ? ക്രൈറ്റീരിയ കഴിഞ്ഞതിന് ശേഷമുള്ള കഥയെ ഞാൻ പറയുന്നത്. അടുത്ത മാസം ഈ 8 പേരെ നമ്മൾ അവരെ D2 ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത 16 എൻട്രി ആവില്ലേ? ഈ വന്ന 8 പേരെ കൊണ്ട് അവർക്ക് ഈ 2 പേരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത 16 എൻട്രി എന്ന് പറഞ്ഞാൽ 60,000 രൂപയായി രണ്ടാമത്തെ മാസം ഇല്ലേ? മൂന്നാമത്തെ മാസം ഈ 16 പേര്, ഈ 2 പേര്, പവർ ഓഫ് 2, 2 പേര് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത 32 പേരായില്ലേ ഇല്ലേ? അപ്പൊ 60,000 എന്നല്ലേ 1,20,000 രൂപയോ? 3 മാസം കഴിയുമ്പോഴേക്ക് 1,20,000 രൂപ വരുമാനം കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് അടുത്ത് 240. ഈ സ്റ്റേജിൽ ഇതാണ് ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലൂടെ കണക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കണം. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ വിജയത്തിലേക്കും പരാജയത്തിലേക്കും നയിക്കുന്നത് എന്നുള്ളതാണ്. മനസ്സിലായോ? മനസ്സ് എന്ന് പറയുന്ന ഒരു അപൂർവ സാധനം, മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായ? അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കണം. അതിനെ പിടിച്ചു കെട്ടണം. അവിടെ നെഗറ്റീവ്സ് ഒത്തിരി കേൾക്കേണ്ടി വരും. അതൊന്നും കേട്ടാലും മനസ്സിലായ തളരാത്തൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കണം. പലരും കളിയാക്കും, പുച്ഛിക്കും, കുറ്റപ്പെടുത്തും, നിനക്ക് കഴിവില്ലെന്ന് പറയും, ഇത് ഓടില്ലെന്ന് പറയും, ഇതാ വേറെ വന്നിട്ടുണ്ടെന്ന് പറയും, ഇത് 1 ലക്ഷം ഇട്ടാൽ മതി, വെറുതെ വീട്ടിലിരുന്നാൽ മതി, ഡെയിലി കിട്ടുമെന്ന് പറയും ഇല്ലേ? ഇതൊക്കെ പറയും. അപ്പോഴും എന്താ പറയാ, ഒരു സ്ട്രോങ് ആയിട്ട് കരിങ്കല്ല് പോലെ, പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങളുടെ ആ ടാർഗറ്റുകൾ നിങ്ങൾ ഇന്ന് മുതൽ എഴുതി വെക്ക്. സക്സസിലേക്ക് പോകണമെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ എഴുതി വെക്കും. ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയുന്നതാണത്. അത് ആരും എഴുതി വെക്കുന്നില്ല. ഈ മാസം നിങ്ങൾക്ക് എത്ര വരും? ഞാൻ 30 പറഞ്ഞു, നിങ്ങൾ 10 മതിയൊക്കെ 10 മതി എഴുതിയാൽ മതി. എന്റെ ഒരു പ്ലാനിങ്ങാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ 1 വർഷം കൊണ്ട് 1 CR അടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്റെ സെന്തിൽ സാറ് കേട്ടോ. സെന്തിൽ സാറിനൊക്കെ കർണാടകത്തിലേക്ക് അങ്ങനെ കയറാൻ പോകണേ ഉള്ളൂ. ഇവിടെ മലയാളത്തിൽ നിന്ന് കുറെ കളിച്ചേ ഉള്ളൂ അല്ലേ? ഇങ്ങനെ നിങ്ങൾ 30, 60, 120, 240, 480 6 മാസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ വരുമാനം 5 ലക്ഷം രൂപയാവും. ഏത്
മദർ പ്ലാനിൽ മാത്രം. അപ്പൊ നല്ലൊരു ടീമിനെയും കൂടി സെറ്റ് ചെയ്താൽ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള റീപർച്ചേസ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു 1100, 1200, 1600 രൂപയുടെ സാധനം നിങ്ങൾ മാസം വാങ്ങിയാൽ ഒരു മാസം നിങ്ങൾക്ക് 38 ലക്ഷം രൂപയോളം കിട്ടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വേൾഡിൽ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈ ബയോട്ടോറിയം അല്ലെ. ഈ ബയോട്ടോറിയത്തിന്റെ പ്ലാനിൽ മാത്രമേ അതുള്ളൂ. അവിടെയാണ് നമുക്ക് ആവേശം ഉണ്ടാവേണ്ടത്. ഒരു കമ്പനിയും കൊടുക്കാത്ത രീതിയിൽ ഉള്ള ഇൻകം പ്ലാൻ. റീപർച്ചേസ് മസ്റ്റ് ആയിട്ടും എല്ലാവരും ചെയ്യണം. കുറെ ആളുകൾ വിളിച്ചിരുന്നോട് റീപർച്ചേസ് ചെയ്യേണ്ട സാറേ, റീപർച്ചേസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഈ കമ്പനി ശരിയല്ല, റീപർച്ചേസ് ഇല്ലാത്ത കമ്പനി ഉണ്ടെന്നാണ്. ഞാൻ പറഞ്ഞു പോയിക്കോ, കുഴപ്പമില്ല, നിങ്ങൾക്ക് റീപർച്ചേസ് 1200, 1200 സാധനം നിങ്ങൾക്ക് വീട്ടിലേക്ക് വാങ്ങാൻ പറ്റില്ലെങ്കിൽ ഇപ്പൊ ഉൽപ്പന്നങ്ങൾ കുറവായിരിക്കും. ഇനി സോപ്പ്, പേസ്റ്റ്, ഷാമ്പു, അതുപോലെ തന്നെ ഗ്രോസറി ഐറ്റംസ്, ടെക്സ്റ്റൈൽ ഐറ്റംസ്, കോസ്മെറ്റിക് ഐറ്റംസ്, ബ്യൂട്ടി കെയർ, ഇതെല്ലാം വരാൻ വേണ്ടി പോവാ. അപ്പൊ ഇത് ഒരു മൂച്ചിന് ഇത് വിട്ടിട്ട് അങ്ങ് പോയാൽ രണ്ടാമത്തെ ഇത് തോന്നുമ്പോ ഇങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടാ. ഇത് തോന്നുമ്പോ വരാനുള്ള കേന്ദ്രമൊന്നും അല്ല ഇത്. ഇതിനൊക്കെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ആരെങ്കിലും പോയിക്കോളും പറഞ്ഞു. ഇന്നിവിടെ നിലനിൽക്കുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ കുറിച്ച് നിങ്ങൾ പരിശോധിച്ചാൽ ആ കമ്പനികളെല്ലാം നിലനിൽക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം റീപർച്ചേസ് സിസ്റ്റമാണ്. ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം വേണം. അത് നമ്മുടെ ഗവൺമെന്റ് റൂൾ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. റീപർച്ചേസ് ഒരു 1600 അൾട്രാ വരെ നിങ്ങൾക്ക് വാങ്ങിയാലേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എല്ലാ വരുമാനം കിട്ടുന്ന 1600 എനിക്ക് വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ പറയാ. ഈ 1600 അൾട്രാ വരെ നിങ്ങൾക്ക് വാങ്ങിയാൽ നിങ്ങൾക്കത് വേണ്ടെങ്കിൽ വിറ്റാൽ നിങ്ങൾക്ക് വരുമാനം എത്രയാ? 3250 രൂപ കിട്ടും ഇല്ലേ? അപ്പം നേരെ ഇരട്ടിയല്ലേ കാശ് കിട്ടുന്നത് അല്ലെ? ഇതിനെ പോലും വിമർശിക്കുന്ന ആളുകളുണ്ട്. മാസം തോറും വാങ്ങണ്ടേത്, മാസം തോറും വാങ്ങണം. ഡെയിലി ഭക്ഷണം കഴിക്കുന്നില്ല നിങ്ങൾ അല്ലേ? ഒരു നേരം ഇല്ലെങ്കിൽ നോക്കിയ ഭർത്താവ് ഭാര്യ എടുത്ത് ദേഷ്യം വരും അല്ലെ? എവിടെയാണെന്ന് ചോദിച്ചാൽ ചൂടാവാൻ തുടങ്ങും അല്ലെ? നീ കിടന്നുറങ്ങിയായിരുന്നു, അല്പസമയം വൈകിയാൽ മതി. അപ്പൊ ഇതൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ ചെയ്തത് കൊണ്ടാണ് ഞാനൊക്കെ ഇന്ന് ഈ ലെവലിലേക്ക് വന്നത്. അപ്പൊ ഇത്രയും വേൾഡ് ക്ലാസ് കമ്പനി, ഇതിനകത്ത് വിജയിക്കാൻ ഒന്നും വേണ്ട, നിങ്ങൾ തീരുമാനിച്ച വിജയിക്കാം. സക്സസ് ഈസ് യുവേഴ്സ്. അതാണ് സക്സസ് എന്നുള്ള വാക്ക് എഴുതുമ്പോൾ തന്നെ അതിൽ രണ്ടാമത്തെ അക്ഷരമാണ് എന്താണ്? യു എന്ന് പറയുന്നത്. അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു വിജയിക്കണം. ആര് വിചാരിച്ചാലും നിങ്ങളെ വിജയിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കണം ഞാൻ ഇതിനകത്ത് വിജയിച്ച് അട്ടങ്ങെന്നുള്ള ആവേശത്തോടു കൂടിയിട്ട് പണിയെടുത്തിട്ട് ഗോളുകൾ സെറ്റ് ചെയ്യണം. ടീമിനെ കൊണ്ട് ഗോളുകൾ സെറ്റ് ചെയ്യും. ചെറിയ ചെറിയ ടീം ഉണ്ടല്ലോ, ആ ടീമിനെ കൊണ്ട് ഗോളുകൾ സെറ്റ് ചെയ്യിപ്പിക്കും നിങ്ങൾ. അപ്പൊ വിജയിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വേൾഡിലെ ഫസ്റ്റ് ക്ലാസ് നമ്പർ 1 ഇൻഡസ്ട്രിയുടെ ഭാഗമായ അത് എന്താ പറയാ രാജകുമാരനാണ് ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞ കമ്പനി. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. അപ്പൊ അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുവന്നില്ല. ഇന്നിപ്പോ പട്ടാമ്പിയിൽ പ്രോഗ്രാം ഉണ്ട്, അല്പം നേരം എനിക്ക് ഇറങ്ങണം, അങ്ങോട്ട് പോവാണ്. ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു. വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്നലെ എന്നെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഓരോ ബയോട്ടോറിയൻസിനും അഭിമാനിക്കാൻ പറ്റിയ ദിവസമായിരുന്നു. അതിന് കുറച്ച് ഫോട്ടോസ് ഒക്കെ ഉണ്ട്. സാറിന്റെ പെർമിഷൻ കിട്ടാത്തതുകൊണ്ടാണ് ഞാനത് ഗ്രൂപ്പിലേക്ക് ഇടാത്തത്. അടുത്ത ദിവസങ്ങളിൽ അതൊക്കെ വരും. അപ്പോ ഇന്നലെ സാറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പം കുറച്ച് തിരക്കിലുണ്ടായിരുന്നു. പിന്നെ അത് അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാൻ വിട്ടുപോയി. അതായത് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി കേരളത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ മോണിറ്ററിംഗ് മെക്കാനിസം എന്ന് പറയുന്ന നമ്മളെ കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ അംഗീകരിക്കുന്ന കമ്പനികൾക്ക് മാത്രമേ ഇനി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ആ വെബ് പോർട്ടലിൽ ഉദ്ഘാടനമായിരുന്നു ഫെബ്രുവരി 19 നമ്മളെല്ലാം പങ്കെടുത്തിട്ടുണ്ട് അവിടെ. നമുക്ക് ഏറ്റവും അഭിമാനം തരുന്ന ഒരു ദിവസമായിരുന്നു. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മുഖ്യമന്ത്രിയാണ് അത് അന്ന് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ നമ്മുടെ അനിൽ സാർ ഉണ്ടായിരുന്നു, മറ്റു VVIPs ഉണ്ടായിരുന്നു. 10,000-കണക്കിന് ആളുകൾ ആ പ്രോഗ്രാം സെന്ററിലേക്ക് തടിച്ചുകൂടി എന്നുള്ളതാണ്. ആരും പ്രതീക്ഷിക്കാതെ ജനസാഗരം അങ്ങോട്ട് ഒഴുകി വരികയായിരുന്നു. ആരോടും നിർബന്ധിച്ചില്ല വരണമെന്ന്. മനസ്സിലായ? ഡയറക്ട് സെല്ലിംഗിന്റെ ആ പവർ നിങ്ങൾ അവിടെ കാണും. അന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്ക് അറിയാം. ഇല്ലാത്ത അതിന്റെ വീഡിയോസിലും ഗ്രൂപ്പുകളിലൊക്കെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. ഇത്രയും ലീഗലായ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് നമ്മൾ. എന്നാൽ പല കമ്പനികളും അതിനകത്തേക്ക് ഇതുവരെയും പേപ്പറുകൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല. ഈ മാസം 30 പേപ്പർ സബ്മിറ്റ് ചെയ്യണം. അടുത്ത മാസം അതിന്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് അതിന്റെ ലീഗാലിറ്റികളെല്ലാം പരിശോധിച്ച് നല്ല കമ്പനികൾക്ക് മാത്രമേ കേരളത്തിൽ വർക്ക് ചെയ്യാനുള്ള അനുവാദം കൊടുക്കൂ. അല്ലാത്ത കമ്പനിയായിട്ട് നിങ്ങളുടെ ആരെങ്കിലും ഒരാൾ വരികയാണെങ്കിൽ നിങ്ങൾ ഒപ്പം തന്നെ കേരളത്തിന്റെ ഈ വെബ്സൈറ്റ് അടിച്ച് നോക്കുക, അവരുടെ കമ്പനിയുടെ പേരുണ്ട് നോക്കുക. ഇല്ലെങ്കിൽ ഗുഡ് ബൈ, അല്ലെങ്കിൽ ലാൽ സലാം എന്ന് പറഞ്ഞ് വിട്ടേക്കുക കേട്ടാ. അങ്ങനെയുള്ള കമ്പനികൾക്ക് ഇനി കേരളത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. ഇപ്പൊ ലിസ്റ്റ് വരും അടുത്ത മാസങ്ങളിൽ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ പേപ്പേഴ്സ് എല്ലാം തന്നെ ഇന്നലെ സബ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ്.
കുറെ ആളുകൾ ഇവിടെ പറഞ്ഞു നടന്നിരുന്നു ഈ ബയോട്ടോറിയത്തിന് ഇത്രയും കാലമായിട്ട് പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾ ഇതാ പേപ്പർ സബ്മിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വെളിച്ചപ്പാടെടുത്ത് തുള്ളി നടന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും അവരുടെ കമ്പനിയുടെ ഒന്നും ഒരു പേപ്പറും സബ്മിറ്റ് ചെയ്തിട്ടില്ല. എന്റെ പെൺ സുഹൃത്ത് ഇന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല. അതൊന്നും എളുപ്പമല്ല സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത് കൃത്യമായിട്ട് കമ്പനിയുടെ ലീഗൽ സെല്ലിൽ നിന്ന് ബോംബെയിൽ നിന്ന് ആളുകൾ വന്നിരുന്നു. അവരുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സബ്മിഷനും ക്ലിയർ ആയിട്ടുണ്ട്, ഒരു സംശയം വേണ്ട. ഇനി എന്തെങ്കിലും അതിനകത്ത് അപാകതകൾ ഉണ്ടെങ്കിൽ അതോറിറ്റീസ് നമ്മളെ ചൂണ്ടിക്കാണിച്ചാൽ ഇന്ന തെറ്റുകൾ തിരുത്താനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തിരുത്തി കൊടുക്കണം, അത്രേ ഉള്ളൂ. അത് എല്ലാ കമ്പനിക്കും അതിനുള്ള അവസരമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലിസ്റ്റ് വരുമ്പോ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ബയോട്ടോറിയത്തിന്റെ പേരിൽ അതിൽ നമ്പർ 1 ആയിട്ട് ബയോട്ടോറിയത്തിന്റെ പേരുണ്ടാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്രയും ലീഗലായിട്ടുള്ള ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന നമ്പർ 1 കമ്പനി, അത്രയും ഇൻഫ്രാസ്ട്രക്ചറുകൾ, അത്രയും പ്രൊഫൈലുള്ള വേൾഡ് ക്ലാസ് കമ്പനിയുടെ ഭാഗമാണെന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്നലെ. അതിന്റെ സബ്മിഷൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എത്ര ആളാ എന്താ സബ്മിറ്റ് ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് തുള്ളി മറിയുന്ന കുറെ ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞു. കേരളത്തിൽ പുതിയ അധ്യായം രചിക്കാൻ വേണ്ടി പോവാണ് ബയോട്ടോറിയം. പുതിയ അധ്യായം രചിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇങ്ങനെ കുറച്ചിങ്ങനെ പതുങ്ങി നിൽക്കുന്നതുകൊണ്ട് ആരും വിചാരിക്കണം ഇതൊക്കെ തീർന്നു പോയി, ഇതിന് തുടങ്ങാൻ വേണ്ടി പോവാ. മനസ്സിലായ? ഇതിനെ തുടങ്ങാൻ വേണ്ടി പോവാ. ഇപ്പൊ ഇങ്ങനെ പമ്മി നിൽക്കുകയാണല്ലേ. പുലി ഇങ്ങനെ പതുങ്ങി നിൽക്കുന്ന എന്തിനാണ് അല്ലേ, പറയാറുണ്ട് നമ്മളല്ലേ. അതങ്ങോട്ട് ഓടാൻ വേണ്ടി തുടങ്ങുക. അതിനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ലീഗലായിട്ടും അതേപോലെ തന്നെ ഒഫീഷ്യലായിട്ടും ഒക്കെ ചെയ്തു കഴിഞ്ഞു. കേരളത്തിലെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കമ്പനി ഓഫീസ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കേരളത്തിൽ മാത്രമാണ്. മുംബൈയിലും ഡൽഹിയിലും മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ഡൽഹി പറഞ്ഞ ഒരു സംസ്ഥാനമല്ല, അത് കേന്ദ്രഭരണം, പ്രത്യേക ഒരു സംവിധാനമാണ് അല്ലെ, എല്ലാവർക്കും അറിയാം. അപ്പോ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഓഫീസ് അനുവദിച്ചാൽ അത് കേരളത്തിലാണ്. നമുക്ക് അഭിമാനിക്കാം എന്റെ പൊന്നു സുഹൃത്തുക്കൾ. അതിന്റെ ഉദ്ഘാടനം വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവും, ഒരു സംശയം വേണ്ട. വേറെ ലെവലിലേക്ക് ബയോട്ടോറിയം മാറിയിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റില്ല അല്ലേ? അതുപോലെ തന്നെ ചെറിയ പാക്കേജ് വന്നു, ഫോറിൻ ട്രിപ്പുകൾ വന്നു. എല്ലാവർക്കും വിദേശത്ത് പോകാം. 3 ലക്ഷം രൂപ വരുമാനം നേടിയ ഏവർക്കും പോകാം. പാസ്പോർട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞോളൂ നിങ്ങൾ എൻട്രി എടുക്കാൻ പോകുന്ന വീടുകളിൽ. ഒരു ക്രൈറ്റീരിയ ഇല്ല. നിങ്ങൾക്ക് 3 ലക്ഷം രൂപ എപ്പോഴാവുന്നു അപ്പൊ നിങ്ങൾക്ക് തായ്ലൻഡിലേക്ക് പറക്കാം. ഏത് കമ്പനിക്ക് ഇങ്ങനെ അവകാശപ്പെടാൻ വേണ്ടി സാധിക്കും? ഓൺലി ബയോട്ടോറിയം. അത് കഴിഞ്ഞ് അവർ വീണ്ടും വരുന്ന പോയിന്റ്സ് LRP ക്യാരി ഫോർവേഡ് ചെയ്യും. പിന്നെ അടുത്ത് നിങ്ങളെ ദുബായ് ട്രിപ്പ്, ലോകം മുഴുവൻ 1 രൂപ മുടക്കാതെ 4 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലുകൾ താമസിപ്പിച്ചുകൊണ്ട് ലോകം മുഴുവൻ കാണിക്കാൻ വേണ്ടി പോവാ സാഗർ ജോഷി സാറ്. നമ്മൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പിന്നെയും കഥ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യില്ലേ, ഒരു ഫുൾ ടൈം ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യും. നിങ്ങൾ ഒരു 5 വർഷത്തേക്ക് നിങ്ങൾ ചെയ്യും. ഒരു MBBS പഠിക്കാൻ പോയാൽ 4-5 വർഷം വേണ്ടേ? ആ പഠിച്ചു വന്ന കുട്ടിക്ക് ജോലി വല്ലതും കിട്ടുമോ? ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുമോ? പറ്റില്ല. സോറി, കോൾ വന്നു. പോയാൽ എന്ത് സാലറി കിട്ടും ഇല്ലേ? നമുക്കറിയാം എല്ലാവർക്കും. സോറി. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു 5 വർഷം ഡെഡിക്കേറ്റ് ചെയ്താൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുടുംബം, തലമുറകൾ രക്ഷപ്പെടുന്ന ഒരു പാസീവ് ഇൻകത്തിലേക്ക് ടീമിനെ എത്തിക്കാൻ പറ്റുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണെന്നുള്ള ഒരു കോൺഫിഡൻസ് ആദ്യം ഉണ്ടാവണം നിങ്ങൾ. ആ കോൺഫിഡൻസ് കുറവാണ് ഇതിനൊക്കെ കാരണം. ആ കോൺഫിഡൻസ് ഉണ്ടായാൽ മാത്രം മതി. അത്രയും നല്ലൊരു അവസരം ബയോട്ടോറിയം നമുക്ക് പ്രദാനം ചെയ്തു തന്നിരിക്കുന്നു. അതുപോലെ റീപർച്ചേസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ തന്നെ അല്ലെ. വേൾഡ് ക്ലാസ് പ്ലാനാണിത്. അത്ഭുതം. പലർക്കും ഈ പ്ലാൻ വന്നപ്പോ അത്ഭുതം, ഇത് എങ്ങനെയാ കൊടുക്കുക എന്നുള്ളതാണ് അത്ഭുതം. അതൊക്കെ സാഗർ ജോഷി സാർ കൊടുത്തിട്ടുണ്ട്. സാഗർ ജോഷി സാർ ഇന്നുവരെ ആർക്കെങ്കിലും 1 രൂപ കൊടുക്കാനുണ്ടോ? GST കൊടുക്കുന്ന കമ്പനിയാണ്. താന ഡിസ്ട്രിക്റ്റിൽ തന്നെ MLM കമ്പനി മാത്രമല്ല അവിടെ ഉള്ളത്. ബോംബെയിൽ തന്നെ ഏറ്റവും വലിയ വ്യവസായ മേഖലയാണ്. അവിടെ ഏറ്റവും കൂടുതൽ GST, താന ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും കൂടുതൽ GST കൊടുക്കുന്ന കമ്പനിയാണ് നമ്മുടെ ബയോട്ടോറിയം എന്ന് പറഞ്ഞ കമ്പനി. ആലോചിച്ച് നോക്കണം. 1 രൂപ പോലും ആർക്കും കൊടുക്കാനില്ല. അതാ സാർ പറഞ്ഞത്. അപ്പൊ അതേപോലുള്ള വേൾഡ് ക്ലാസ് റീപർച്ചേസ് പ്ലാൻ വന്നു കഴിഞ്ഞു. ചിന്തിച്ചു നോക്കണം നിങ്ങൾ. 1000 പ്രൊഡക്റ്റ് ലെഫ്റ്റും റൈറ്റും പോയാൽ 1.5 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. 1000 പ്രൊഡക്റ്റ് പോകാൻ പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വരിക. ഒരാൾ ഒരു പ്രൊഡക്റ്റ് അല്ല വാങ്ങുക, പല പ്രൊഡക്റ്റുകൾ വാങ്ങും. അപ്പൊ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാനും കൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബയോട്ടോറിയത്തിൽ എങ്ങനെ വിജയിക്കാന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സിമ്പിളാണ്. ബയോട്ടോറിയത്തിൽ വിജയിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരു നെറ്റ്വർക്കിലും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇവിടുന്ന് അങ്ങോട്ട് ചാടി അവിടുന്ന് ഇങ്ങോട്ട് ചാടിയിട്ട് ഒരു കാര്യമില്ല, വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് പ്ലാൻ,
ഇത്രയും ഹ്യൂജ് ഇൻകം തരുന്ന മാർക്കറ്റിംഗ് പ്ലാൻ, എക്സലന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, മിറാക്കിൾ റിസൾട്ട് തരുന്ന പ്രൊഡക്റ്റുകൾ ഇല്ലേ, അതേപോലെ തന്നെ നിരവധി പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നു. നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സുകൾ ഓൾറെഡി വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പെട്രോൾ വാഹനങ്ങളുടെ മൈലേജ് കൂട്ടുകയും ഇന്ധനക്ഷമത കൂട്ടുകയും അതുപോലെ തന്നെ അതിന്റെ പൊല്യൂഷൻ കുറക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു. വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റുകൾ ഇനി വരാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് നമ്മൾ തയ്യാറായിരിക്കുക. വിജയിക്കാൻ ഒന്നേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യുക? നിങ്ങൾ തീരുമാനിക്കുക, ഇത്രേ ഉള്ളൂ. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റാനാകില്ല, പറ്റുമോ? പറ്റില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? മാറാൻ തയ്യാറാകണം എന്നുള്ളതാണ്. നിങ്ങൾ മാറാൻ തയ്യാറായാൽ മതി, അല്ലേ? നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. പറ്റുമോ? പറ്റില്ല. പക്ഷെ നമ്മൾ സ്വയം മാറാൻ തയ്യാറായാൽ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ അങ്ങനെയാണ് വിജയിച്ചത്. ആളുകൾ പലതും പറഞ്ഞു. ഒരു പോലീസ് ഓഫീസർ വരെ എന്നെ എറണാകുളത്ത് നിന്ന് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ മുമ്പിൽ നിൽക്കരുത്, എന്തെങ്കിലും പ്രശ്നം വന്നാൽ പ്രയാസം ഉണ്ടാവും, കേസ് വരും, മാഴാത്തൊലി വരും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സാർ, എന്ത് കേസ് വന്നാലും കുഴപ്പമില്ല. 10,000-കണക്കിന് കുടുംബങ്ങളിൽ ജീവൻ കിട്ടിയ പ്രൊഡക്റ്റാണ്. മനസ്സിലായ? അവര് മാത്രം മതി എന്റെ കൂടെ, അവരുടെ പ്രാർത്ഥന മാത്രം മതി എനിക്ക്. മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പല രീതിയിലുള്ള പ്രകോപനങ്ങളൊക്കെ വരും കേട്ടാ. അതുകൊണ്ട് മാറാൻ നിങ്ങൾ തയ്യാറായാൽ മാത്രം മതി. വിജയം ഉറപ്പാണ്. ബയോട്ടോറിയത്തിൽ വിജയിച്ചിട്ടില്ലെങ്കിൽ വേറെ ഒന്നിനും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് കട്ടൊക്കെ കൂടെ നിൽക്കുക. അതിനുവേണ്ടി ടീം ഉണ്ടാവും, ലീഡേഴ്സ് ഉണ്ടാവും, കമ്പനി ഉണ്ടാവും, ട്രെയിനിങ് സിസ്റ്റം ഉണ്ടാവും, എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളൊന്ന് നിന്ന് നിന്നാൽ മതി എന്ന് മാത്രമേ ഇന്നത്തെ കുറിച്ച് പറയാനുള്ളൂ. ഞാൻ എപ്പോഴും പറയും പോലെ ശബരിമലയിൽ പോകുമ്പോൾ അവിടെ ക്യൂവിൽ നിന്നാൽ മതി, അല്ലെ? ആ 18 പടി കയറിയതൊന്നും കാണില്ല, അയ്യപ്പനെ കണ്ടതും ഒന്നും അറിയില്ല, അല്ലെ? ഒന്നും അറിയില്ല. ആ തള്ളിന്റെ ഇടയിൽ നമ്മളിങ്ങനെ പൊക്കോളും. അതുപോലെ തന്നെയാണ് യഥാർത്ഥ ബയോട്ടോറിയത്തിൽ നല്ല ടീമിന്റെ കൂടെ നല്ല മനസ്സോട് കൂടിയിട്ട് നിൽക്കണം. അഭിലാഷ് സാറ് പറഞ്ഞ അസൂയും കുശുമ്പും പൊന്നാരിമയൊന്നും പാടില്ല. ഒരാൾക്ക് 10 കിട്ടുമ്പോൾ അവര് ഫാമിലി കിട്ടി, എനിക്കില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ താഴോട്ട് പോയുള്ളൂ. അവര് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിലേക്കും ദൈവം കൊണ്ടുതരുള്ളൂ. മറ്റാള് വിജയിക്കുമ്പോൾ ശത്രുതയാണ് മനസ്സിൽ. എന്ന് പറഞ്ഞിട്ടല്ലേ? മനോജ് സാർ ഇത്രയൊക്കെ കിട്ടിയല്ലോ, നമുക്ക് എന്താ കിട്ടാത്തത്? നിങ്ങൾക്കും കിട്ടും. നിങ്ങൾക്ക് നേടിത്തരാനാണ് ഞാൻ ഈ ആശ്രാന്ത പരിശ്രമം നടത്തുന്നത്. ഓട്ടമാണ് അവിടെ ഇവിടെയൊക്കെ എല്ലാ പ്രോഗ്രാമിൽ വളരെ വൈബായിട്ടുണ്ട്. ഓരോ ടീമിന്റെയും പ്രോഗ്രാംസ് ഗ്രൂപ്പുകളിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ടീം ബേസ്ഡ് പ്രോഗ്രാം ഉണ്ടാവും, കമ്പനി ബേസ്ഡ് പ്രോഗ്രാം ഉണ്ടാവും. ആവേശത്തോടെ വിജയിച്ച് അട്ടങ്ങെന്നുള്ള വാശിയോട് കൂടിയിട്ട് നല്ല ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ബയോട്ടോറിയത്തിൽ വിജയം ഉറപ്പാണ്. എന്നെ ശ്രമിക്കുന്നു, ഞാൻ ഉറപ്പ് പറയുന്നു. റെഗുലർ ആയിട്ട് ഈ 6 മണിക്കുള്ള ഈ പ്രോഗ്രാം കയറുന്ന ഓരോരുത്തരും ഞാൻ പറയും പോലെ 30,000 ടാർഗറ്റ് ഇടുന്നു ഈ മാസം, ഇല്ലേ? 60,000 ടാർഗറ്റ് ഇത് ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം, തുടങ്ങാൻ പോവാ. അതിന് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ഓഗസ്റ്റിൽ എന്റെ നിങ്ങളുടെ ടീമിലെ ലെഫ്റ്റും റൈറ്റും ഉള്ള ആൾക്കുന്ന ഒരു 30,000 വാങ്ങാനുള്ള ഒരു ടാർഗറ്റ് കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ വരുമാനം 60,000 ആയോ? നിങ്ങൾ ലെഫ്റ്റുകളിൽ 2 ആളെയും പിടിക്കുക. നീ 30,000 ഈ മാസം വാങ്ങണം, മറ്റേയാളോട് 30,000 വാങ്ങിച്ചിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് 60,000 രൂപ ആയോ? അങ്ങനെ നിങ്ങൾ ടീമിലേക്ക് ഇറങ്ങിക്കൊണ്ട് ടാർഗറ്റുകൾ, ഗോളുകൾ സെറ്റ് കൊണ്ട് ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ അത്ഭുതം സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. ഇനി അതിനായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായോ? ഞാനിപ്പോ കൂടുതൽ പറയുന്നത് സമയം എനിക്ക് പോകാനായി. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് ഇറങ്ങുക. വിജയം ഉറപ്പാണ്. വിജയിച്ചേ തീരുള്ളൂ. ഈ 6 AM ക്ലബിൽ കിടന്ന ഓരോരുത്തരും, എന്റെ ഭാസ്കരൻ മാഷ് ഈ അധ്യാപക ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഈ പ്രായത്തിൽ നിങ്ങൾ എത്ര സമ്പാദിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, എത്രയുണ്ട് കോടിയോ. അതിന്റെ എത്രയോ ഇരട്ടി സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഈ 5 വർഷം സാർ ഒന്നുമില്ല എന്നാ സാറ് പറഞ്ഞു. ഇപ്പം കടത്തിലാണെന്നാ പറഞ്ഞു. EMI ആണ് എല്ലാവർക്കും, EMI ഇല്ലേ? മാസം തോറും അടവ്. ഇവിടെ 5-ാം തീയതി അടവ്, 3-ാം തീയതി അടവ്, മറ്റേ അവിടെ അടവ്, ഇവിടെ അടവ്, കുടുംബശ്രീയിൽ അടവ്. ഈ EMI അടക്കാനാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്, അല്ലേ? EMI അടക്കാനാണ് നമ്മൾ ജീവിക്കുന്നതിലാണ് ഇവിടെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ. ഓക്കെ, അതുകൊണ്ട് അതൊക്കെ നമുക്ക് വിട്ടിട്ട് ഒരു പറവയെ പോലെ, നല്ല പൂമ്പാറ്റകളെ പോലെ ആകാശത്തിലൂടെ പറന്ന് നടക്കാനും നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനും സാധിക്കുന്ന വലിയൊരു ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട്. ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് കൂടുതൽ ആളുകളെ കാണാം. സിമ്പിൾ ഇത്രയേ ഉള്ളൂ വിജയിക്കാൻ. കുറുക്ക് വഴിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. വിജയിക്കാനുള്ള ഒരേ ഒരു കുറുക്ക് വഴി ഞാൻ ഇപ്പോൾ ഇവിടെ അനൗൺസ് ചെയ്യാണ്. വിജയിക്കാനുള്ള ഒറ്റ കുറുക്ക് വഴി ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യാ? കോൾ വരുന്നതാണ്, ഡിസ്റ്റർബൻസ് വരുന്നു. വിജയിക്കാനുള്ള ഒരേ ഒരു കുറുക്ക് വഴി ഇത്രയേ ഉള്ളൂ. സീ മോർ പീപ്പിൾ, സീ മോർ പീപ്പിൾ, സീ മോർ പീപ്പിൾ. ഇതാണ് വിജയിക്കാനുള്ള കുറുക്ക് വഴി, വേറെ ഒന്നുമില്ല. കുറുക്ക് വഴി വിജയിക്കാനുള്ള ഒറ്റ കുറുക്ക് വഴി അത്രയേ ഉള്ളൂ. സീ മോർ പീപ്പിൾ, സീ മോർ പീപ്പിൾ, സീ മോർ പീപ്പിൾ. ആരാണോ കൂടുതൽ ആളുകളെ കാണുന്നത്, ആരാണോ കൂടുതൽ പേർക്ക് പ്ലാൻ കൊടുക്കുന്നത്, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കൂ. അതിനുള്ള ഊർജ്ജവും കരുത്തും ശക്തിയും ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഈ ബയോട്ടോറിയം. Thank you, sir.